അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ISM കാക്കനാട് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ തുടർച്ചയായി നടന്നു വരുന്ന ഇസ്തിഖാമ ഇന്ന് കഅബയുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിൽ അതിൻ്റെ സ്ഥാനങ്ങളെല്ലാം എന്താണ് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ്. അൽഹംദുലില്ലാ വിഷയാധിഷ്ഠിതമായി കുടുംബസമേതം പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ അൽഹംദുലില്ലാ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. മരണാനന്തര കർമ്മങ്ങളൊക്കെ വിശദീകരിച്ചു തന്ന അബ്ദുൽ ഹക്കീം ഫറലിയാണ് നമ്മൾക്ക് വേണ്ടി ഈ ക്ലാസ് എടുക്കുന്നത്. ഈ പരിപാടിയിൽ ആദ്യാവസാനം വരെ പങ്കെടുക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ പരിപാടിക്ക് ശേഷം വെളിച്ചം ഖുർആൻ പദ്ധതിയുടെ ഭാഗമായി 100 മാർക്ക് ലഭിച്ച ഉള്ള പഠിതാക്കൾക്കുള്ള സമ്മാന വിതരണമുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ QHLSൻ്റെ സംസ്ഥാനതല പരീക്ഷയിൽ 2ാം സ്ഥാനം ലഭിച്ച കാക്കനാട് മണ്ഡലത്തിൽ കാക്കനാട് ശാഖയിലുള്ള ജസ്ന എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണവും ഈ വേദിയിൽ നടക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലെ കാക്കനാട് ശാഖയിലെ NPOയിൽ സയൻറ്റിസ്റ്റായി വർക്ക് ചെയ്യുന്ന ഷാജാൻ സാഹിബ്, അദ്ദേഹം ഡോക്ടറേറ്റ് ലഭിച്ചു. അതിൽ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു മെമ്മൻറ്റോയും നൽകപ്പെടുന്നുണ്ട്. ഈ പരിപാടിയിലെല്ലാം ആദ്യാവസാനം നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. അതേപോലെ തന്നെ ഈ വിഷയത്തിന് ശേഷം അടുത്ത ഇസ്തിഖാമ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായ ഒരു വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രതിപാദിക്കും. വിഷയാവതരണത്തിനും പ്രോഗ്രാം തുടങ്ങുന്നതിനും വേണ്ടി ബഹുമാന പണ്ഡിതൻ അബ്ദുൽ ഹക്കീം ഹർലിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله. إن الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതിനായി അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാരംഭ പ്രാർത്ഥന ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങട്ടെ. ഉസ്മാൻ മിഷാൽ എന്ന ബാലൻ നമുക്ക് ഓതിത്തരും. ഒപ്പം ഓതൂലേ? ഒരക്ഷരത്തിന് 10 പുണ്യാണ്. അതോടൊപ്പം ഒരു ദുആ കൂടിയാണ്. ഒപ്പം ചൊല്ലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വിശ്വാസിനികളെ, നമ്മൾ ഇന്നത്തെ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അൽ കഅബ, നമ്മുടെയൊക്കെ ആരാധനകളുടെ ഖിബലയായ കേന്ദ്രമായ
കഅബയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമുക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ലോകാവസാനം വരെ, ഇതിന്റെ തുടക്കം മുതൽ ലോകാവസാനം വരെ കഅബയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി ഇവിടെ നൽകണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഹൃദയം പോലെയാണ് ശരിക്കത് ആരാധനയുടെ ഹൃദയമാണ് കഅബ. അപ്പൊ അത് ശരിക്കും എന്താണ് കഅബ, എങ്ങനെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടത്. നമുക്ക് ആദ്യം തുടങ്ങുന്നത്, നമ്മളൊക്കെ കഅബ കഅബ എന്ന് പറയാറുണ്ട്. എന്താണ് കഅബയുടെ അർത്ഥം? അങ്ങോട്ടൊക്കെ പറയാട്ടോ. കഅബ കഅബ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഭാഷാർത്ഥം ചതുരാകൃതിയുള്ള വീട് എന്നാണ് ഒരർത്ഥം. ഉയർന്നു നിൽക്കുന്നത് ഒരർത്ഥമുണ്ട്. അതുകൊണ്ടായിരിക്കണം പുരാതന കാലത്ത് അറബികൾ അവരുടെ വീട് ചതുരാകൃതിയിൽ നിർമ്മിക്കാറുണ്ട്. വൃത്താകൃതിയിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. അവർ പഴയ ഈ ചെറിയ ഷെഡുകളാണല്ലോ, ഈ ചെറിയ തുണിയും മറ്റൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇതാണല്ലോ, അത് വൃത്താകൃതിയിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. അത് കഅബയോടുള്ള ആദരവും ബഹുമാനം കൊണ്ടുകൂടിയാണ്. അപ്പോ കഅബയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി കഅബക്ക് ഒരുപാട് പേരുകൾ. അൽ കഅബ എന്ന് ഖുർആൻ 2 തവണ പറഞ്ഞിട്ടുണ്ട്. അൽ കഅബ എന്ന് 2 തവണ. പിന്നെ അതുകൂടാതെ ഖുർആനിൽ അൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈത്തുൽ ഹറാം വിശുദ്ധ ഭവനം എന്ന് പറഞ്ഞിട്ട്, ബൈത്തുൽ അതീഖ് പുരാതന ഭവനം, അതിന്റെ പൗരാണികതയെ അല്ലെങ്കിൽ അതിന്റെ പഴക്കത്തെ സൂചിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ബൈത്തുൽ മുഹറം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ ഇതിലേറെ പല പേരുകളിൽ ഈ കഅബയെ വിളിച്ചിട്ടുണ്ട്. ഇനി കഅബ ആദ്യമായി നിർമ്മിച്ചത് ആരാണ് എന്നതിൽ തർക്കമുണ്ട്, അഭിപ്രായ ഭിന്നത ഉണ്ട്. ഒരഭിപ്രായം മലക്കുകളാണ് പണിതത് എന്നാണ്. മനുഷ്യരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവേ ഭൂമിയിൽ രക്തം ചിന്തുന്ന ഈ കുഴപ്പക്കാരെന്തിനു പടക്കണം എന്ന് പറഞ്ഞല്ലോ, അതിന് ഭാഗമായിട്ടാണ് കഅബ നിർമ്മിച്ചവര് അള്ളാഹുവിനെ തവാഫ് ചെയ്തു, അള്ളാഹുവിനെ ആരാധിച്ചു എന്നാണ് ഒരു ചരിത്രരേഖ. പിന്നെ 2 പറയുന്നത് ആദം നബി അലൈഹിസ്സലാമാണ് പണിത് കഴിപ്പിച്ചത് എന്നാണ്. പിന്നീട് മറ്റൊരു അഭിപ്രായമുള്ള ഷെയ്സ് അലൈഹിസ്സലാം. ഷെയ്സ് അറിയോ? ഷെയ്സ് നബി അറിയില്ല? ആരെങ്കിലും ഒരാൾ നബിയാണ്, ആദം നബിന്റെ മകനാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ, ആദം നബിന്റെ മക്കൾ തമ്മിൽ കൊലപാതകം നടത്തിയത് ഓർമ്മയുണ്ടോ? ഹാബീല് നല്ലവനായ ഹാബീലിനെ കൊന്നു. ആദം നബിക്ക് വല്ലാത്തത്, ഏറ്റവും തഖ്വയുള്ള എന്റെ ഹാബീൽ കൊല്ലപ്പെട്ടു എന്നൊരു വല്ലാത്ത സങ്കടമായിരുന്നു. പിന്നെ ആ സങ്കടം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാറുന്ന അള്ളാഹു നബിയായിട്ടുള്ള സ്വാലിഹായ ഷെയ്സ് എന്ന നബിയെ മകനായി കൊടുത്തപ്പോഴാണ് ആദം നബിക്ക് ആ ഒരു സങ്കടം ഒന്ന് ഒതുങ്ങുന്നത്. ആദം നബിയുടെ മകനായ ഷെയ്സ് അലൈഹിസ്സലാമാണ് പണിതത് എന്നും പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതിനൊന്നും ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഖണ്ഡിതമായ തെളിവുകളില്ല. അപ്പൊ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല, പൂർണ്ണമായി ഉൾക്കൊള്ളാനും കഴിയില്ല. എന്നാൽ ഖുർആനിൽ വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കഅബ പണിത് എന്നതിന് ഖണ്ഡിതമായ രേഖയുണ്ട് ഖുർആന്റെ ആയത്തിൽ. അപ്പൊ നമുക്കത് വിശ്വസിക്കാനാണ് തരമുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 127-ാമത്തെ ആയത്തുകൾ വരുമ്പോഴൊക്കൊന്നും ഓതൂലേ? ഉച്ചത്തിൽ ഓതണേ, ഒപ്പം ഓതി. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അവിടെ കാണുന്ന ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുള്ള കഅബന്റെ ചിത്രാട്ടോ. നിങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്, ആ ഭവനത്തിൽ നിന്ന് അതിന്റെ അടിത്തറ ഇബ്രാഹിമും അദ്ദേഹത്തിന്റെ മകനും കെട്ടി ഉയർത്തിയ സന്ദർഭം. അപ്പൊ ആ കഅബാലയത്തിന്റെ അടിത്തറയും അതിന്റെ ചുവരുകളും അവർ പടുത്തുയർത്തുമ്പോഴൊക്കെ പറഞ്ഞൊരു വാക്ക്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇതിങ്ങനെ കെട്ടുമ്പോഴൊക്കെ ഓരോ കല്ല് വെക്കുമ്പോൾ അവരിങ്ങനെ ഉച്ചരിച്ചിരുന്നു, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ ഒരു കർമ്മമായി നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും
സർവജ്ഞനാണല്ലോ എന്നാണ്. അപ്പൊ ഈ ആയത്തിൽ ഖണ്ഡിതമായി ഇബ്രാഹിം നബിയാണ് മകൻ ഇസ്മായിൽ നബിയുടെ സഹായത്തോടെ കാബ പണിതത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിച്ചുള്ള ഹദീസിൽ ഈ കാബ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും നിർമ്മിച്ചതിന്റെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കുറഞ്ഞ നാളുകളിലാണ് മക്കത്തേക്ക് വന്നത്. ഹാജറ ബീബിയെയും ഇസ്മായിൽ നബിനെയും ഇവിടെ കൊണ്ടുവന്നാക്കിയല്ലോ, മക്കത്ത് കൊണ്ടുവന്നാക്കിയല്ലോ. പിന്നെ പോയി, പിന്നെ ബലി കൊടുക്കാൻ വന്നു. നമ്മൾക്ക് ഈ കഴിഞ്ഞ ബലി പെരുന്നാളിന്റെ ചരിത്രം കേട്ടിരിക്കണം. പിന്നെ വന്നത് കാബാലയം നിർമ്മിക്കാനാണ്. അങ്ങനെ കാബാലയം നിർമ്മിക്കാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തേക്ക് വരുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസം കിണറിന്റെ അടുത്തായി വലിയൊരു മരം ഉണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിലിരുന്ന് അമ്പിന്റെ മൊന ശരിയാക്കിയത്, വേട്ടയാടാനുള്ള അമ്പിന്റെ മൊന. ഇപ്പോ ശരിക്കും സംസം കിണർ പണ്ട് ഇപ്പം ഇല്ലാട്ടോ. പണ്ട് നമ്മുടെ കാബയുടെ വാതിൽ ഏകദേശം ഇവിടെയാണ്, ഇതിന്റെ താഴെയാണ് സംസം കിണർ. പണ്ട് മാർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ മാർക്ക് ചെയ്തതൊക്കെ കളഞ്ഞു. കാരണം ജനങ്ങൾ ഭയങ്കര ഖുറാഫ, അവിടെ തന്നെ നിൽക്കും. അപ്പോ പണ്ട് അവിടെ മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു മാർക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ അല്ല, അപ്പൊ അത് എടുത്തു കളഞ്ഞു. ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നേരെ താഴെയാണ്. അപ്പൊ ആ പരിസരത്തായിട്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്നിരുന്നത്. അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിൽ എന്ത് ചെയ്യണം, അമ്പിന്റെ മൊന ശരിയാക്കി. അപ്പൊ വാപ്പാനെ കണ്ടപ്പോ വാപ്പയും മകനും കണ്ടാൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾ അവർ ചെയ്തു. ആലിംഗനം ചെയ്തു, സലാം പറഞ്ഞു, ആലിംഗനം ചെയ്ത് വിശേഷങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ കാര്യങ്ങളും കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞു, യാ ഇസ്മായിൽ ഇന്നല്ലാഹ അമറനി ബിഇംരി, മകനെ ഇസ്മായിലെ, അള്ളാഹു എന്നോട് ഒരു കൽപ്പന കൽപ്പിച്ചിരിക്കുന്നു. ഉടൻ ആ മകൻ പറഞ്ഞ വാക്ക് അറക്കണമെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ അതേ വാക്കാ പറഞ്ഞു. ഉപ്പ അങ്ങയുടെ റബ്ബ് എന്താ കൽപ്പിച്ചത് അതുപോലെ പ്രവർത്തിക്കണം. അപ്പോഴാണ് ഇബ്രാഹിം നബി ചോദിച്ച വാക്ക് അത് ഞാൻ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം. കാബ മാത്രം അതിന്റെ പാഠം പഠിക്കണ്ടേ. മകനെ, ഈ കൽപ്പന അള്ളാഹിന്റെ കൽപ്പന നിർവഹിക്കുമ്പോൾ ആ കൽപ്പന നിർവഹിക്കുന്ന മോൻ എന്നെ സഹായിക്കുമോ, ഹെൽപ്പ് ചെയ്യോ? എന്താ ഉപ്പ? ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തിനാ ഞാൻ സഹായിക്കുന്നത്? എന്നാണ് അള്ളാഹിന്റെ കൽപ്പന? അപ്പോഴാണ് പണ്ട് ഈ കാബ നിന്നിരുന്ന സ്ഥാനത്ത് ഒരു മൺതിട്ടയായിരുന്നു. അവിടെ ഹദീസിൽ അത് കാണാം. ഒരു മൺതിട്ട, ഒരു മൺകൂന. അപ്പൊ ആ മൺകൂനയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ഹാഹുനാ ബൈതൻ, ഇവിടെ ആ മൺതിട്ട നിൽക്കുന്ന ഭാഗത്ത് ഒരു പുണ്യഭവനം, അള്ളാഹുവിനെ ആരാധിക്കുവാനായി ഒരു ആരാധനാലയം പടുത്തുയർത്തണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സന്തോഷത്തോടുകൂടി എന്തിനാ ആ പണിയിൽ മുഴുകണം. അങ്ങനെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി ആദ്യം അതിന്റെ തൂണുകൾ സ്ഥാപിച്ചു. തൂണുകൾ സ്ഥാപിച്ച ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം യതീബിൽ ഹിജാറ, വലിയ വലിയ ഈ മക്കയിൽ അവിടത്തുള്ള പാറകളാണ് ഉപയോഗിച്ചത്. കല്ലുകൾ കൊണ്ടുവന്നു കൊടുക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പടുത്തുയർത്തുന്നത്. അങ്ങനെ ഈ ഓരോ കല്ല് വെക്കുമ്പോഴും, ഓരോ കല്ല് ഇസ്മായിൽ നബി കൊണ്ടുവരുമ്പോഴും, ഓരോ കല്ല് ഇബ്രാഹിം നബി അത് മേൽക്ക് മേൽക്ക് അടുക്കി വെക്കുമ്പോഴായി ഈ വാക്ക് ഇടതടവില്ലാതെ ഉച്ചരിച്ചു. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹ് പറഞ്ഞൊരു ഇബാദത്ത് നമ്മൾ നിർവഹിച്ചാലോ, അള്ളാഹ് പറഞ്ഞിട്ടല്ലേ അള്ളാഹ് കബൂലാക്കുന്ന മനസ്സിലിരിക്കരുത്. അള്ളാഹ് പറഞ്ഞൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വീകരിക്കണേ എന്നുള്ള ദുആ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ പടുത്തുയർത്തി ഇബ്രാഹിം നബിക്ക് കൈ എത്താത്തൊരു അകലത്തിലെത്തി. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പാറക്കഷ്ണം കൊണ്ടുവന്നു കൊടുത്തു. വലിയൊരു പാറ കൊണ്ടുവന്നു കൊടുത്തു. ഉപ്പ ഇതിൽ കയറി നിന്ന് പടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും ഈ കാബയുടെ ചുറ്റും ഈ കല്ല് മാറ്റി വെക്കും, കയറി നിൽക്കും, പടുത്തുയർത്തും. അങ്ങനെ ആ കല്ലിൽ നിരവധി തവണ കയറി ഇറങ്ങി ഇബ്രാഹിം നബിയുടെ കാൽപാദം അതിൽ പതിഞ്ഞത് കൊണ്ടാണ് അതിന് ഏത് പേര് വന്നത്? മഖാമു ഇബ്രാഹിം എന്ന് പേര് വന്നത്. അപ്പൊ എത്ര തവണ കയറി ഇറങ്ങിയിരിക്കണം? ആ അധ്വാനം ആലോചിച്ച് നോക്കണം. അള്ളാഹിന്റെ പുണ്യഭവനം ഉണ്ടാക്കാനല്ലേ. അങ്ങനെ ആ കാബാലയം ഒക്കെ പടുത്തുയർത്തി കളഞ്ഞു. അന്ന് കാബയുടെ ഉയരം എത്ര ഉണ്ടെന്നറിയോ? 9 മുഴം. ഒറ്റ വാക്കിൽ പറഞ്ഞത്
വരുന്ന ഹദീസിൽ മനസ്സിലാവും. ഒരു മനുഷ്യൻ ഒരു വലിയൊരു പാറയിൽ കയറിയിട്ട് നിന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചാൽ എത്ര ഉണ്ടാവും? അത്ര ഉയരണ്ടായിരുന്നു. അങ്ങനെ കഅബാലയം പടുത്തുയർത്തി കഴിഞ്ഞ ഉടനെ അള്ളാന്റെ കൽപ്പന സൂറത്തുൽ ഹജ്ജ് 26 വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. ഇബ്രാഹിം കഅബാലയം പടുത്തില്ലേ, ഈ കഅബാലയത്തിലേക്ക് ഹജ്ജിന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് വിളംബരം നടത്തണം. ഇബ്രാഹിം നബി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റബ്ബി വമാ യബ്ലുഗു സൗതി, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ഈ ലോകത്ത് ആര് കേൾക്കാനാ പടച്ചവനെ? എന്റെ ശബ്ദം എവിടെ എത്താനാ പടച്ചവനെ? അപ്പൊ അള്ള കൊടുത്ത കൽപ്പന എന്തോ, അദ്ദിൻ, നീ വിളിക്ക് ഇബ്രാഹിം. നിന്റെ ശബ്ദത്തെ കാലങ്ങൾക്കും കാലങ്ങൾക്കും അപ്പുറം നോങ്ങനെ അലയ്യൽ ബലാഗ, എത്തിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അത് നിന്റെ അല്ല. നിന്റെ ശബ്ദത്തെ അങ്ങ് ലോകാവസാനം വരെ വരുന്ന എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ എന്റെ ബാധ്യത. നീ വിളിക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സൊഫ എന്ന കുന്നിൽ കയറി നിന്നു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് കുതിബ അലൈക്കുമുൽ ഹജ്ജ് ഇലാ ബൈത്തിൽ അതീഖ്, പുരാതന ഭവനത്തിലേക്ക് ഹജ്ജിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു എന്ന്. ഇന്നും ഭൂമിയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി മക്കത്തേക്ക് ഹജ്ജിനും ഉംറക്കും പോകുന്നത് ആ ഇബ്രാഹിം നബിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ ആ കഅബാലയം പടുത്തുയർത്തി ആ സംഭവമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നോക്കണേ, ഇതിന്ന് എന്താ പഠിക്കേണ്ട പാഠം? കഅബാലയം പടുത്തുയർത്തിയ ചരിത്രം പറഞ്ഞല്ലോ, ഇതിന്ന് എന്താ പഠിച്ചത്? ഒരു പുണ്യപ്രവർത്തി അല്ലെ, കഅബാലയം പടുക്കുന്ന ഒരു പുണ്യപ്രവർത്തിക്ക് അള്ളാന്റെ കൽപ്പന വന്നു. ആരോടായിരുന്നു കൽപ്പന? ഇസ്മായിൽ നബിനോടോ ഇബ്രാഹിം നബിനോടോ? ആരോടാണ്? ഇബ്രാഹിം നബിനോട്. ഇബ്രാഹിം നബിക്ക് ചെയ്താ പോരെ? പക്ഷേ മോനെ വതുഈനുനി, ഈ കഅബാലയം പടുക്കുന്നതിൽ മോനെ നീ എന്നെ സഹായിക്കുമോ എന്ന് ഇബ്രാഹിം നബി റിക്വസ്റ്റ് ചെയ്യണം. ഉപ്പ ഞാൻ സഹായിക്കാം. എന്താ അറിയ പാഠം? മാതാപിതാക്കളെ നമ്മൾ എപ്പോഴും ദീനീ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നന്മകളിലും പുണ്യപ്രവർത്തനങ്ങളിലും പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മക്കളെ കൂടി ചേർത്ത് നിർത്തണം, മക്കളെ കൂടി പങ്കെടുപ്പിക്കണം. അതാണ് പാഠം. അങ്ങനെ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇബ്രാഹിം നബിയുടെ കുടുംബം നമുക്ക് എല്ലാവർക്കും അറിയാം, ബർക്കത്തുള്ള കുടുംബം നിങ്ങൾക്ക് അറിയില്ലേ അല്ലെ? നമ്മുടെ അത്തഹിയാത്തിൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമാണ്. ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന് ഇബ്രാഹിം നബിക്കും ബർക്കത്ത് ചൊരിയുന്നത് പോലെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണമെന്നല്ലേ? എങ്ങനെയാണ് ഇബ്രാഹിം കുടുംബം ബർക്കത്തുള്ള കുടുംബമായത്, അനുഗ്രഹീത കുടുംബമായെന്നറിയോ? ആ അനുഗ്രഹീത കുടുംബാങ്ങണതിന്റെ ഒരു കാരണം, ഒരു സബബ് എന്താ അറിയോ? ശരിക്ക് ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും, ഇത് ഇബ്രാഹിം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾ, ആ ദീനിനെ വളർത്തുക, ഉയർത്തുക, ദഅവത്ത്, ദീനീ പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹായിച്ചിരുന്നവരാണ് എന്നതാണ്. ഇബ്രാഹിം നബിന്റെ ഭാര്യ മക്കത്ത് പോകണം, ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാനാ. മറുവാക്കില്ലാതെ പിന്നാലെ പോയില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് മക്കുണ്ടായത്. മോനെ അറക്കണം, റെഡി വാപ്പ. മോനെ കഅബാലയം പഠിക്കണം, റെഡി വാപ്പ. അങ്ങനെ ആ കുടുംബം മുഴുക്ക അള്ളാന്റെ ദീനീ പ്രവർത്തനത്തിന് സഹായിച്ചിരുന്നവരാ, സഹകരിച്ചിരുന്നവരാ, ദീനീ പ്രവർത്തനത്തിന് ഒരുമിച്ച് കൂടുന്നവരാ. ശരിയല്ലേ? ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വരും. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ദീനിയായ കാര്യത്തിൽ ഒരുമിക്കുന്നവരാണോ? ഉണ്ടോ? വേറെ എന്തിനൊക്കെ ഒരു ടൂർ പോകണമെന്ന് വിചാരിക്കുക, ഫാമിലി ടൂർ, ഒരുമിക്കൂലേ? പേരെ മക്കളടക്കം വരൂലേ? നാളെ വന്ന ഇല്ല അപ്പൊ ഞാൻ തലേ ദിവസം തന്നെ വരാന്ന് പറയൂലേ? ഭൗതിക വിഷയത്തിൽ ഒരുമിക്കണ്ട്. അള്ളാഹുവിന്റെ ദീന് ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക, QHLS ഉണ്ട്, നാളെ QHLS മക്കളെ എവിടെയും പോകരുത്, അവിടെ ക്ലാസ്സിന് ഉണ്ടാകണം. അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ക്ലാസ്സിന് വരാറുണ്ടോ? ഒരുമിച്ച് പോട്ടെ, സുബഹി നമസ്കാരം കഴിഞ്ഞു കുറച്ചേരം ഖുർആൻ ഓതണ്ടേ? ഒരു ടേബിളിന് ചുറ്റും ഭാര്യയും ഭർത്താവും കുടുംബം ഒരുമിച്ച് ഖുർആൻ ഓതാൻ ഒരുമിക്കാറുണ്ടോ? പരസ്പരം സഹകരിക്കാറുണ്ടോ?
നമ്മൾ ശരിക്കും പഠിക്കേണ്ട വിഷയം ഈ കാലഘട്ടം ഏതാണ്ട് തിരിച്ചറിയണം. മക്കളെ ദീനിനോട് ചേർത്ത് നിർത്തി വളർത്തിയില്ലെങ്കിൽ നമുക്ക് തനി ബെടക്കാവുന്ന കാല, പിഴച്ച കാല. ഒരു ഭാഗത്ത് എത്തിസ്റ്റുകള് നമ്മുടെ മക്കളുടെ ദീന് മുഴുക്ക ഇല്ലാതാക്കാൻ, നിരീശ്വരവാദം, സ്വതന്ത്ര ചിന്ത, അങ്ങനെ ദീന് വേണ്ട. മറ്റൊരു ഭാഗത്ത് ഡ്രഗ്സ്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പല്ലേ ഡ്രഗ്സിന് അടിമപ്പെട്ട് ഡ്രഗ്സ് കടിച്ച് സ്വന്തം ഉമ്മയെ കഴുത്ത് മാടിന് അറക്കണ പോലെ അറുത്തങ്ങോട്ട് കൊന്നില്ലേ ഇടിഞ്ഞാറോട്ട്. നിങ്ങൾ ശരിക്കാലോചിക്കണം. അങ്ങനെ മക്കൾ എല്ലാ കുത്തഴിഞ്ഞ ലൈംഗികതയും ലൈംഗിക ആഭാസങ്ങളും നിറഞ്ഞ കാല. ഇവിടെയാണ് നമ്മുടെ മക്കൾ ഇതിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ ദീനിനോട് ഇബ്രാഹിം നബി എങ്ങനെയാണോ തന്റെ മക്കളെ ചേർത്ത് നിർത്തി വളർത്തിയത് അതുപോലെ ദീനിനോട് ചേർത്ത് വളർത്തണം. ഇബ്രാഹിം നബിക്ക് 2 മക്കളെ ഉള്ളോ അല്ലേ? ഈ 2 മക്കളെ എങ്ങനെ വളർത്തിയത്? ഒരു മകനെ കാബയിലേക്ക് ചേർത്ത് വളർത്തി അല്ലേ? മറ്റൊരു മകന് ഇസ്ഹാഖ് നബിനെയോ എവിടെ? ഒന്നാമത്തെ പള്ളി കാബയാണ്, 2ാമത്തെ ഭവനം ബൈത്തുൽ മുഖദ്ദസ. ഇസ്ഹാഖ് നബിന് ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രീകരിച്ച് വളർത്തി. 2 മക്കളെയും പള്ളികൾ കേന്ദ്രീകരിച്ച് ദഅവത്തിന്റെ നേതാക്കളാക്കി വളർത്തി. നിങ്ങൾ ആലോചിക്കും, നിങ്ങളും നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ എല്ലാവരും അള്ളാഹിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണെങ്കിൽ ഇബ്രാഹിം നബിന്റെ കുടുംബം പോലെ ബർക്കത്തുള്ള കുടുംബം. നമ്മളും മക്കളുമൊക്കെ ഖുർആനോട് ചേർന്ന് നിൽക്കുന്ന ഹുദല്ലിന്നാസ്. ഇത് നേർവഴിയാണ്. ഈ നേർവഴി പറഞ്ഞു കൊടുക്കാതെ, അറിയിക്കാതെ എങ്ങനെ മക്കൾക്ക് നേർവഴി കിട്ടുക? നിങ്ങൾ അറിയിക്കണം. ഇത് ഫുർഖാനാണ്. സത്യവും അസത്യവും വേർതിരിച്ച് പറയുന്ന, ഹലാലും ഹറാമും വേർതിരിച്ച് പറയുന്ന ഖുർആനാ. ഇതിനോട് ചേർന്ന് നിൽക്കണം. എവിടെ വെച്ചാ മരിക്കാന്നറിയില്ല. മരിക്കുമ്പോ ഈ ഹുദ ലഭിച്ചവരായി നമുക്ക് മരിക്കണ്ടേ? ഈ സത്യാസത്യ വിവേചനം ഉൾക്കൊണ്ടവരായി മരിക്കണ്ടേ? ഇങ്ങനെയല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക? അള്ളാഹു പറയണ്ടല്ലോ, ഒരു മനുഷ്യൻ അറിയില്ല അവൻ എവിടെ വെച്ചാ മരിക്കാന്ന്. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ദീനുള്ളവരായി മരിക്കണം. കുടുംബസമേത സ്വർഗത്തിൽ പോണ്ടേ? നിങ്ങൾ നോക്കണേ. ഇതാ, ഇത് മുഹമ്മദ് അബൂ ത്വാഹ എന്നാണ് ഈ കുട്ടിയുടെ പേര്. മുഹമ്മദ് അബൂ ത്വാഹ. വെറും 11 വയസ്സേ ഉള്ളൂ. ഗസയിൽ യുദ്ധം തുടങ്ങുന്നതിന്റെ 1 മാസം മുമ്പ് ഈ കുട്ടി ഖുർആൻ ഫുൾ ഹാഫിളായി പുറത്തിറങ്ങി. 1 മാസം മുമ്പ് ഖുർആൻ ഫുള്ള് മനപ്പാടായി പുറത്തിറങ്ങി. യുദ്ധം തുടങ്ങി, ഈ കുട്ടി മരിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ കുട്ടിയുടെ സഹോദരങ്ങൾ, ആ കുട്ടിയുടെ മരിപ്പങ്ങൾ കാണാൻ പോണു. ആ കുട്ടിയുടെ സഹോദരങ്ങള്, ഒരാൾക്ക് വളരെ ഇമോഷണൽ ആയിട്ട് കരയുണ്ട്. മറ്റൊരു സഹോദരൻ, അൽഹംദുലില്ലാ ഞങ്ങളുടെ കുട്ടി മരിച്ചു, അൽഹംദുലില്ലാ ഞങ്ങളുടെ കുട്ടി മരിച്ചു. കാരണം എന്താ അറിയോ? ഞങ്ങളുടെ കുട്ടി മരിക്കുമ്പോ ആ കുട്ടിയുടെ നെഞ്ചിൽ ഖുർആനിലും മുഴുവൻ വചനങ്ങളും നെഞ്ചകത്തുണ്ട്. അൽഹംദുലില്ലാ, പ്രതീക്ഷ ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ മരിക്കും. എന്തുണ്ട് ദീനായ ഉള്ളിൽ? നിങ്ങൾ ചിന്തിക്കും. سيبقى اشتياقي لكم في المآقي وإن عزتي سلام فراقي فلا لا تقولوا لقلبي وداعا وقولوا قريبا يحين التلاقي وقولوا قريبا يحين التلاقي سيبقى اشتياقي لكم في الماء ويستقي سلام الفراق فلقوا لقلبي داعا وضل قريبا يحين التلاقي وطول قريبا يحين التلاقي. അല്ലാഹു ആ കുട്ടിയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആ കുട്ടിയും മാതാപിതാക്കളെയും കുടുംബത്തെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഇബ്രാഹിം നബി എന്ന ഉപ്പയാകി നിങ്ങൾ, ഹാജർ എന്ന ഉമ്മയുമായാൽ ഇസ്മായിൽ എന്ന മക്കളുണ്ടാവും. അതിന് ഇബ്രാഹിം നബി ചെയ്തതുപോലെ തന്റെ മക്കളെയൊക്കെ ഏതൊക്കെ ദീനീ പ്രവർത്തനങ്ങളുണ്ടോ അതിലേക്കൊക്കെ തന്റെ മക്കളെ കൂടി ചേർത്ത് നിർത്തി. കഅബ പടുത്തുയർത്തുന്ന ആദ്യ ആ ചരിത്രം പഠിക്കുമ്പോൾ
അങ്ങനെ നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠമാണ് ദീനീ പ്രവർത്തനങ്ങൾ, ദീനീ കാര്യങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ, പള്ളി, ജമാഅത്ത്. ഇതിലൊക്കെ നമ്മളുണ്ട്, നമ്മുടെ ഇണകളുണ്ട്, നമ്മുടെ മക്കളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ നിർമ്മിക്കാനായി വീണ്ടും കാബയിലേക്ക് തിരിച്ചു വരാം. അള്ളാഹുവിനെ നിർമ്മിക്കാനായി ഭൂമിയിൽ ആദ്യം പണിത ആലയം ആരാധനാലയമാണ്. നമ്മുടെ ഒന്നാമത്തെ ഭവനം കാബയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആലി ഇംറാനിലെ 96-ാമത്തെ ആയത്തിൽ പറയുന്നു. ഒന്ന് ഓതിയാൽ എല്ലാവർക്കും ഓതൂലേ? കുറച്ച് ഉച്ചത്തിൽ ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ഇന്ന അവ്വല ബൈത്തിൻ, നിശ്ചയമായും ആദ്യത്തെ ഭവനം, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, ലില്ലദീ ബിബക്കത്ത മുബാറക്കൻ, അനുഗ്രഹീതമായ ബക്ക, മക്കയിലുള്ള, മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. അനുഗ്രഹീതമായ ബർക്കത്താക്കപ്പെട്ട മക്കയിലെ പുണ്യഭവനമാണ് ലോകർക്ക് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആരാധനാലയം. അത് ഹുദല്ലിൽ ആലിമിൻ, ലോകർക്ക് ഹുദയാണ്, സന്മാർഗമാണ്. അപ്പൊ ആദ്യമായി ഖുർആന്റെ ആയത്തിൽ സ്ഥാപിക്കപ്പെട്ടത് കഅബയാണ്. ക്ലിയർ? അപ്പൊ രണ്ടാമത്തെ ഭവനോ? ആദ്യത്തെ കഅബ, രണ്ടാമത്തത്. ഒന്നാമത്തത് പണിത പള്ളി കഅബാലയമാണ്. രണ്ട്, മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയം ചോദിച്ചു. അപ്പൊ ആദ്യം കഅബ, രണ്ടാമത്തെ മസ്ജിദുൽ അഖ്സ. അപ്പൊ ഇതിനിടെ കാലതാമസം എത്ര? 40 കൊല്ലം. 40 കൊല്ലം. അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം കഅബാലയം പണിത് 40 കൊല്ലത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ബൈത്തുൽ മുഖദ്ദസ്, അല്ലെ, മസ്ജിദുൽ അഖ്സനാണ്. അപ്പൊ കഅബ പണിത് നമുക്ക് മനസ്സിലായി ആരാണ്? ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും. എന്നാൽ മസ്ജിദുൽ അഖ്സ പണിയുന്നത് ഇബ്രാഹിം നബിയും മകൻ ഇസ്ഹാഖ് നബിയും ചേർത്താണ്. കണ്ടോ? രണ്ട് മക്കളെയും നോക്കണ ആ പുണ്യഭവനത്തിലേക്ക് ചേർത്ത് വളർത്തി. എന്തിനാണ് അള്ളാഹു കഅബാലയം പണിതത്? കഅബ പണിതതിന്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം? ഇതാ, അള്ളാഹ് തന്നെ പറഞ്ഞു തരും എന്താണ് ലക്ഷ്യം. പ്രധാന ലക്ഷ്യം ഒന്ന്, ഓതി, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ആ പുണ്യഭവനത്തിന്റെ കഅബാലയത്തിന്റെ സ്ഥാനം ഇബ്രാഹിമിന് നാം നിർണയിച്ചു കൊടുത്ത സന്ദർഭം. അപ്പൊ ഇപ്പൊ കഅബുള്ള ആ ദിശ അല്ലെങ്കിൽ ആ സ്ഥാനം, ഇന്നവിടെ കഅബ പണിയണം, ആ സ്ഥലം സെലക്ട് ചെയ്തതാരാ? ഇബ്രാഹിം നബിയാണോ? ഇബ്രാഹിം നബിന്റെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്തതല്ല. നാം, അള്ളയാണ് മക്കയിൽ ആ സ്പോട്ട് എവിടെ എന്ന് കൃത്യമായി അള്ളാഹുവാണ് എന്ത് ചെയ്ത് നിർണയിച്ചത്. എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് അള്ളാഹുவோട് ഒരു ആരാധനാലയം പണിയാൻ പറഞ്ഞത്? ഒന്നാമത്തെ ലക്ഷ്യത ഓതി അടിവരട്ട് പറഞ്ഞു, അല്ല തുശ്രിക ബി ശൈഅ, എന്നിൽ യാതൊന്നിനെ കൊണ്ട് പങ്കു ചേർക്കാതിരിക്കാൻ, ശിർക്ക് ഇല്ലാതാക്കാനാണ് അള്ളാഹു എന്ത് പണിതത്? കഅബാലയം പണിതത്. പക്ഷേ വിരോധാഭാസം എന്തറിയോ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില യാഥാസ്ഥികര് ഈ കഅബയുമായി ബന്ധപ്പെട്ട പലതിനെയും ശിർക്കാരോപണം നടത്തുന്നുണ്ട്. ഹൈന്ദവർ നടത്തുന്നത് ശരി, ബഹുദൈവ ആരാധകർ നടത്തുന്നത് ശരി. പക്ഷേ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന, 5 നേരം ഖിബലയിലേക്ക് നോക്കി അള്ളാഹനെ ആരാധിക്കുന്ന മുസ്ലിങ്ങളിൽ പലരും യാഥാസ്ഥികർ എന്ത് ചെയ്യുന്നുണ്ട്? കഅബയിലേക്ക് ചേർത്ത് ശിർക്കാരോപണം നടത്തുന്നുണ്ട്, അല്ലേ? ഏതൊക്കെയാണത്? ഹജ്ജ് ഉറൂസാണല്ലോ. കഅബ തവാഫ് ചെയ്യുന്നു, അത് ആരുടെയും മഖ്ബറയാണ്. എന്തോ ഒരു ആരോപണമാണ്. എന്നിട്ട് അതിനിങ്ങനെ എന്ത് ചെയ്യുന്നു? ആ മഖ്ബറ തവാഫ് ചെയ്യുക, ആ കല്ലിനെ ചുംബിക്കുന്നു, അത് ആരാധനയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പറയുക, നിങ്ങൾ നോക്കണ ശരിക്ക് ഈ കഅബ പണിത് തന്നെ ശിർക്കില്ലാതാക്കാൻ, ലോകത്ത് ശിർക്കില്ലാതാക്കാനാണ്. നിങ്ങൾ ശരിക്കും എന്താണ് ഹജ്ജ്? നമുക്കറിയാം, ഈ കഅബയും ഹജ്ജും പക്ക. ഇതിന് ഹജ്ജിന്റെ കഅബയുടെ തുടക്കം മുടുക്കൊക്കെ പരിശോധിച്ച 2 കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഇത്തിബാഉർ റസൂൽ. ഇതാണ് ഹജ്ജും കഅബയും മുഴുക്കെ, അല്ലേ? അള്ളാഹനെ മാത്രം ആരാധിക്കുക. ഇതാണ് കഅബയും പരിസര പ്രദേശം നമ്മളോട് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു അതുപോലെ ജീവിക്കുക, അതിനപ്പുറം കൂട്ടും കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ഹജ്ജിന്റെ തുടക്കം പറയും എവിടെ നിന്നാണ്? ഒന്ന്, ഇഹ്റാമിൽ പ്രവേശിക്കണ്ടേ? ഇഹ്റാമിൽ പ്രവേശിച്ചുള്ള ഹാജി എന്താ പറയുക? തൗഹീദാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല. കണ്ടോ, ശിർക്കിനെ ഇല്ലാതാക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ എവിടെ വരണം? പിന്നെ അടുത്തത് ഹജ്ജാണെങ്കിൽ നേരെ എവിടെ പോകും? മിനയിൽ പോകും. ഉംറയാണെങ്കിൽ എവിടെ? കഅബ തവാഫ് ചെയ്യണം, അല്ലേ? ആ തവാഫ് പറയാം. നോക്കണേ, മിന കഴിഞ്ഞാലോ അറഫ. അറഫ കഴിഞ്ഞാൽ മുസ്ദലിഫ കഴിഞ്ഞാൽ നേരെ എവിടെ വരും? മിനയിൽ വരും. മിനയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ദുൽഹജ്ജ് 10-ാം തീയതി കഅബ തവാഫ് ചെയ്യണം, മുടി നീക്കണം, അറവ് നടത്തണം, സഫ മർവക്കടയിൽ സഅയ് ചെയ്യണം. വീണ്ടും എവിടെ പോകണം? മിനയിൽ പോകണം, ജംറകളിൽ എറിയണം. അങ്ങനെ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെയൊക്കെ തൗഹീദിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ നോക്കണേ, നമ്മള് കഅബ തവാഫ് ചെയ്യുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോ എങ്ങനെ തവാഫ് ചെയ്യുക? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഹജർ അല്ലാഹു അക്ബർ അതല്ലേ? അത് തൗഹീദിന്റെ വാക്കാ. ഇനി നോക്കണേ, സഫ മറുവക്കരയിൽ സായി നടത്തണം. ഇതാ ഇവിടെ സഫ, ഇവിടെ മറുവ, അല്ലേ? സഫയിൽ കയറുക, കഅബയിലേക്ക് നോക്കുക. എന്നിട്ട് എന്താ ചൊല്ലേണ്ടത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു. ഇങ്ങനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇങ്ങനെ ഉച്ചരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് 3-4 തവണ ഉച്ചരിച്ച് അവസാനം ഒരു ദുആ, അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. എന്താണ് എവിടേക്ക് നടക്കുക? മറുവയിലേക്ക്. മറുവയിൽ ഇതുപോലെ തന്നെ തൗഹീദ് പറയണം. ഇവിടെയൊക്കെ നിങ്ങൾ അടിമുടി എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ എങ്ങനെ ഈ കഅബയും പരിസരവും ശിർക്കിലാവുക? അപ്പൊ നോക്കണ, ഇതാ ഒന്നും വേണ്ട, ഈ ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് ധാരാളം ഹാജിമാര് ദുആ ചെയ്യും, അല്ലേ? ദുആ ചെയ്യൂലേ? ഹജ്ജിന്റെ തുടക്കം മുതൽ എന്താ ഒടുക്കം വരെ ദുആ മാത്രമേ ഉള്ളൂ. ധാരാളം ദുആ ചെയ്യും. ആരോട്? ഒരു ഹാജിയും ഇബ്രാഹിം നബിയെ കാക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കൂല. എല്ലാവരും അല്ലാ റബ്ബേ എന്നുള്ള വിളിയാ. അങ്ങനെ അവിടെ നമ്മൾ ചിന്തിക്കുക, ഈ കഅബയും പരിസര പ്രദേശങ്ങളൊക്കെ രണ്ട് കാര്യങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാവൂ. അള്ളാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞു അതേ ചെയ്യാവൂ, അല്ലെ? കഅബ തവാഫ് 7 എണ്ണാണ്. നല്ല നോട്ടിട്ട് പറ്റുമോ? ജംറയിൽ 7 എറിയേണ്ടത്. നല്ലതല്ലേ? മറ്റേ 10-15 എറിയാൻ പറ്റുമോ? പറ്റൂല. നബി എത്ര പറഞ്ഞ അത്ര അവിടെ നിൽക്കണം. ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക. ഇവിടെയൊക്കെ തൗഹീദ. ഇനി നോക്കണേ, കഅബ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കഅബ തവാഫ് ചെയ്യുന്നത് കഅബയോടുള്ള ആരാധനയാണ്. ശരിക്ക് കഅബ അതിന്റെ മറ്റൊരു പേര് അൽ ഖിബില എന്നാണ്. എന്താ ഖിബില? ഇപ്പോ കഅബ തവാഫ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും കഅബക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആരോപണം, അത് കഅബനെ ആരാധിക്കുകയാണെന്നല്ല. സത്യത്തിൽ നമ്മൾ കഅബ എന്നുള്ളത് ഒരു ദിശ മാത്രമാണ്. ദിശ എന്ന് വെച്ചാൽ ആരാധനയുടെ ഒരു ദിശയിലേക്ക് തിരിയാന്നുള്ളത് മാത്രം. അല്ലാണ്ട് കഅബ ഒരു ആരാധനാ മൂർത്തിയല്ല. അപ്പൊ നിങ്ങള് കഅബ തവാഫ് ചെയ്യുന്ന ഒരാള് ഇപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദുആ. എന്താണ്? അല്ലെ? കഅബ ഏതെങ്കിലും ഒരു ഹാജിയെ തവാഫ് ചെയ്യുമ്പോൾ കഅബ എന്നെ രക്ഷിക്കണേ പറയാറുണ്ടോ? ഇല്ല. നിങ്ങള് മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്നാ പറയല്ലേ, അവരുടെ വിഗ്രഹാരാധന പ്രിയ എത്ര ഉണ്ടെന്നറിയോ? വിഗ്രഹങ്ങളെ, കല്ലുകൾ ആരാധിക്കാൻ അവരുടെ ഇഷ്ടം എത്ര ഉണ്ടെന്ന് ചരിത്ര രേഖകളിലൊക്കെ. ഒരു വഴിക്ക് പോകുമ്പോൾ ചന്തള്ള 3 കല്ല് കണ്ടാൽ ഏറ്റവും നല്ല ചന്തള്ള കല്ല് എടുത്തിരുന്നു എന്റെ ആരാധനാ മൂർത്തിയായിട്ട് അവർ ആ ചന്തള്ള കല്ലിനെ ആരാധിക്കും. നിങ്ങൾ ചരിത്രം എവിടെ പരിശോധിച്ചു ഒരു മുശ്രിക്കും, ഒരു ബഹുദൈവ നബിന്റെ കാലത്തെ കൊടിയ മുശ്രിക്കീങ്ങൾ പോലും കഅബനെ വിളിച്ച് ദുആ ചെയ്തിട്ടില്ല. അവര് ഈ കഅബന്റെ ചുറ്റും നിങ്ങൾ നോക്കണേ, ലാത്ത, മനാത്ത, ഉസ്സ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിന്റെ ഒക്കെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ?
അവരൊക്കെ ആരാധിച്ചു. പക്ഷെ ഒരിക്കൽ പോലും മക്കയിലെ മുശ്രിക്കുകള് ഏതിനെ ആരാധിച്ചിട്ടില്ല? കഅബയെ ആരാധിച്ചിട്ടില്ല, ഹജറുൽ അസ്വദിനെ ആരാധിച്ചിട്ടില്ല. ആ കാലഘട്ടത്ത് പോലും കൊടിയ മുശ്രിക്കുകൾ ചെയ്യാത്ത കാര്യമാണ്, ആരോപിക്കാത്ത കാര്യം ഇവിടെ പറയണത്. അപ്പൊ ശരിക്കെന്ത് ചെയ്യാ? ഇത് ശരിക്കെന്താണ്? അള്ളാഹു എന്താണോ പറഞ്ഞത്, എന്താണ് ആരാധന? അള്ളാഹ് പറഞ്ഞൊരു കാര്യം ചെയ്യലാണ് ആരാധന, അല്ലെ? അപ്പൊ അള്ളാഹു പറഞ്ഞു ഇത് തവാഫ് ചെയ്യണം, വലയം ചെയ്യണം, അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. അപ്പൊ അവിടെ ശരിക്കും ഇസ്ലാമിന്റെ വൈര്യം അല്ലെങ്കിൽ ഷിർക്കിനെ സ്നേഹിക്കുന്നവർക്ക് ഷിർക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? അതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്ന, പിന്നെ പറയുന്ന ഏതാ? ഹജറുൽ അസ്വദ് മുത്തുന്നതാ, അല്ലെ? ശരിക്കും ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹജറുൽ അസ്വദ് മുത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കാ. അങ്ങനെ മുത്തുന്ന സമയത്ത് ഇന്നി അഅലമു അന്നക ഹജറുൻ, ഹജറുൽ അസ്വദിനോട് പറയാണ്, നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫഉ, ഞാൻ നിന്നെ മുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല, മുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ദോഷം വരാൻ പോണുമില്ല. പിന്നെ ഞാൻ നിന്നെ മുത്തിനെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു വലൗലാ അന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ മുത്തിനെ കണ്ടുകൊണ്ട് മാത്രം ഞാൻ മുത്തുന്നത്. കാരണം അള്ളാഹും റസൂലും പറയുന്നത് ചെയ്യൽ അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നബി മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഹജ്ജിൽ പറഞ്ഞു, ഹുദു അന്നി മോള് മനാസിക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചോളൂന്നാ. അപ്പൊ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇത്. കഅബ തവാഫ് ചെയ്യുമ്പോൾ ഇത് വൃത്തത്തിലല്ല കറങ്ങുക. പണ്ട് ചക്കിന് കെട്ടിയ കാളഞ്ഞ പോലെ കറങ്ങാൻ പറ്റൂലല്ലോ, ഒരു തുടക്കം കൊടുക്കും വേണ്ടേ? അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിർണയിച്ചതാണ് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ്. ഇനി അത് മുത്തണം നിർബന്ധമുണ്ടോ? അവിടെ നിങ്ങൾ പഠിക്കണ്ടേ? ഇല്ല. സാഹചര്യം ഉണ്ടെങ്കിൽ മുത്തിക്കോ, ഇല്ലെങ്കിലോ തിരക്കുണ്ടെങ്കിൽ നബി അടക്കം മുത്ത് തന്നെയല്ല, നബിന്റെ വടിയും കൊണ്ടൊന്ന് തൊടും, അങ്ങനെ തവാഫ് തുടങ്ങും. ഇനി ചിലപ്പോ അതിന്റെ നേരെ ദിശയിലേക്ക് തിരിഞ്ഞിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോ പ്രത്യേകം തിരക്കൂട്ടി മുത്താൻ നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ഉംറക്കോ ഹജ്ജിനോ അല്ലെങ്കിൽ തത്തവ്വു ആയ തവാഫോ നിങ്ങൾ ചെയ്യുമ്പോ മാത്രം, തുടങ്ങുമ്പോ മാത്രം സാഹചര്യം മുത്തല്ലി വിട്ടാളേന്ന്. അപ്പൊ അവിടെ ശരിക്കും പഠിക്കേണ്ട പാടാ, ഉമറുള്ളാന്റെ ആ വാക്ക് മാത്രം മതി. ഇനി അങ്ങനെ ഇതാ കഅബ തവാഫ് തുടങ്ങുകയാണ്, ഇതാ ഹജറുൽ അസ്വദിന് നേരെ നിന്നിട്ട് ഒക്കെ തൗഹീദാ. ഒരു ഹാജി ഇത് നേരെ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റെ വാക്ക് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കഅബ തവാഫ് ചെയ്യേണ്ടത്. ഇനി തവാഫ് കഴിഞ്ഞാലോ? തവാഫ് കഴിഞ്ഞ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിക്കണ്ടേ? ആദ്യത്തെ റക്അത്തിൽ ഏതോദനം? സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ്. നോക്കണേ, ഈ 2 സൂറത്ത് വെച്ചാൽ ഒറ്റ വാക്കായി, തൗഹീദിന്റെ വാക്കായി. ഈ 2 സൂറത്ത് ഒപ്പം വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിയല്ലേ? അല്ലേ? സൂറത്തുൽ കാഫിറൂൻ ഒന്നും ഇങ്ങനെ ഓതി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ ഇലാഹ എന്ന ഉച്ചാരണം. ഇലാഹുകളില്ല, ഇലാഹുകളില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെയോ ഒരു മൺമറഞ്ഞു പോയവരെയോ ഒരാളെയും ഞാൻ ആരാധിക്കൂല. അതല്ല കുലിയായിൽ കാഫിർ. ലാ ഇലാഹ, ലാ ഇലാഹ ആദ്യം നിഷേധമാണ്. നോക്കണേ, ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഉണ്ടോ? അപ്പൊ ഈ 2 സൂറത്ത് ചേർത്ത് വെച്ചാൽ എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നമസ്കാരം, ആ നമസ്കരിക്കുന്ന ആള് ശരിക്കും വിളിച്ച് നമ്മളോട് എന്താ പറയണത്? നമ്മളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറയണത്. നിങ്ങൾ ശരിക്കറിയണം, ഹജ്ജായിക്കോട്ടെ, ഇസ്ലാമിന്റെ ആത്മാവും അടിത്തറയുമാണ് ഏത്? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. നോക്കണേ, നമ്മുടെ മരണം വരെ ഇത് കളങ്കപ്പെടാതെ പലരും പലതും പറയും, പലതും ആരോപിക്കും. ഇതിനൊന്നും നമ്മളോ നമ്മുടെ മക്കൾ ആരും വീണു പോകരുത്. തൗഹീദ് ഉറക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ഉച്ചരിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പോണ്ടേ? അപ്പോഴല്ലേ സൽമരണം ഉണ്ടാവുക.
അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതമാകണം. ഇപ്പൊ ദാ ഒരു ഉമ്മ മരിക്കുകയാണ്, മകന് വല്ലാത്ത ഹോസ്പിറ്റലിലാണ്, വൃദ്ധയായി. അപ്പോ തന്റെ ഉമ്മയെ പരലോകത്തിലേക്ക് യാത്രയാക്കണം. കരയുണ്ട് ആ മകൻ. അറബിയിൽ അവർ ഉമ്മ എന്റെ കൂടെ അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഉമ്മ ആദ്യമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അവസാനങ്ങൾ ശ്രദ്ധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശബ്ദം കേൾക്കില്ല. ആ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നാവിന്റെ ആ അനക്കം മാത്രമേ ഉണ്ടാവും. നിങ്ങൾ ഞാനൊക്കെ മരിക്കും, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാലേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. അതാണ് സ്വർഗത്തിന്റെ കീ, താക്കു. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله ثم قل لا إله إلا الله الله لا إله إلا الله لا إله إلا الله لا إله إلا الله ثم قل لا إله إلا الله الله لا إله إلا الله لا إله إلا الله اسمعيني يا لا إله إلا الله لا إله إلا الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة لا إله إلا الله لا إله إلا الله قل لا إله إلا الله അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. എന്താണെങ്കിലും നമ്മളും പടിയിറങ്ങി പോകണം, വരില്ലെന്ന് പറയാൻ കഴിയില്ല. ആ തൗഹീദിന്റെ മന്ത്രം, സ്വർഗത്തിന്റെ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കണം. അതിന് ജീവിത അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കപ്പെടാതെ ജീവിക്കണം. നോക്കണം, ആ കാബ, അള്ളാഹുവിന്റെ ഈ വചനം നമ്മൾ അറിയും. കാബ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കാബ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. 5 വക്കത്തിൽ ഇങ്ങനെ കൈ കെട്ടുമ്പോൾ ആ കാബ നമ്മളോട് പറയണെന്ത് അറിയോ? ശിർക്ക് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കാബ പണിതത് തന്നെ അതിന്. ഇനി നോക്കണേ, ഈ കാബ ഇബ്രാഹിം നബിന്റെ കാലം മുതൽ തൗഹീദിലായിട്ട് അങ്ങനെ കടന്നു വന്നു. അന്ന് മുതലേ ഹജ്ജുണ്ട്, കാബയിലേക്ക് ഹജ്ജ് തൗഹീദിൽ അധിഷ്ഠിതമായ ഹജ്ജ. പക്ഷേ മക്കയിലെ മുശ്രിക്കുകളുടെ കാലമായപ്പോ അവരെന്ത് ചെയ്തു? ഈ കാബക്ക് ചുറ്റും വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച്, ലാത്ത, ഉസ്സ, മനാത്ത, ഇസ്മായിൽ നബിന്റെ വിഗ്രഹം അടക്കം വെച്ച് ഇവരെന്ത് ചെയ്തു? ചിർക്ക് കലർത്തി. മക്കയിലും കാബയിലും അതുപോലെ തന്നെ ഈ ഹജ്ജിലുമൊക്കെ എന്ത് ചെയ്തു? ഷിർക്ക് കലർത്തി. അപ്പോഴാണ് അള്ളാഹു ഈ കാബയെ ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഇതിന്റെ ആദ്യ അവസ്ഥയിലേക്ക് ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ തൗഹീദിൽ അധിഷ്ഠിതമായൊരു പ്രവാചകൻ വരാനായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നടന്നൊരു സംഭവമുണ്ട്. ഏതാണ് സംഭവം?
കഅബയെ വിഗ്രഹാരാധനയിൽ നിന്നും ഹജ്ജിനെ ശിർക്കിൽ നിന്നും രക്ഷിക്കാൻ സമയമായി ഇതാ ഒരാൾ വരാൻ പോകുന്നു. ഏതാ സംഭവം? ആനക്കലഹ സംഭവം. ക്രിസ്തുവർഷം 571 മുഹറം മാസത്തിലാണ് ആനക്കലഹ സംഭവം ഉണ്ടാവുന്നത്. ഏകദേശം നബി ജനിക്കുന്നതിന്റെ 1.5 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് അള്ളാന്റെ ഒരു കുദ്റത്തും ദൃഷ്ടാന്തവുമാണ്. വിഗ്രഹാരാധനയിൽ നിന്ന് കഅബയെ ശുദ്ധീകരിക്കാൻ സമയമായി, അതിലേക്ക് സമയമെടുത്തു, ഒരു പ്രവാചകൻ വരാനായി എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് അല്ലേ? അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓതല്ലേ? ഓതൂലേ? അഹമ്മദ് നുഫൈസ് റഹ്മത്തുള്ളാഹി ഓതിത്തരും. അതിന്റെ അർത്ഥമൊക്കെ താഴെ നിങ്ങൾക്ക് കാണാട്ടോ. ആയത്ത് ഓതുമ്പോ അതിന്റെ അർത്ഥം കൂടി എന്ത് ചെയ്യുക? ഒന്ന് വായിക്കുക. ഓതി. بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. അങ്ങനെ ശരിക്ക് അതിന്റെ വിശദീകരണം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. അമാനിമുണ്ട് തഫ്സീറിലെ ആ വിശദീകരണം ഒരു ചെറിയൊരു അനിമേറ്റഡ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണാം. ഇവിടെ ആനപ്പട്ടാളം കഅബ പൊളിക്കാമെന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അബ്രഹത്ത് അല്ലെ? ഇവിടെ അബ്രഹത്ത് അങ്ങനെ യമനിൽ നിന്നാ വരുന്നത്. അങ്ങനെ ഇന്ന് നമുക്കറിയാലോ, മിനയുടെയും മുസ്ദലിഫിന്റെ ഇടയിലെത്തി. വാദി മുഹസ്സർ എന്നാണ് ആ സ്ഥലത്തിന് പറയുക. അവിടെ വരെ ആനയെത്തി. ആനയെ മുന്നോട്ട് കഅബയുടെ ദിശയിലേക്ക് ചലിപ്പിക്കുമ്പോ കഅബയുടെ ദിശയിലേക്ക് കാല് വെക്കൂല. വേറെ ഏത് ദിക്കിലേക്ക് ആനയെ ചലിപ്പിച്ചാൽ ആന പോകും. അവിടെ നിന്ന് ഒരടി പടച്ചൊരു വര അങ്ങോട്ട് ഇട്ടു. അതിനപ്പുറത്തേക്ക് ഏത് ശക്തിക്കും കടക്കാൻ പറ്റില്ല. പിന്നെ അള്ളാഹ് ചെയ്തത് നോക്കണേ, അന്നത്തെ ഒരു സൈന്യ സജ്ജീകരണം വെച്ച് നോക്കുമ്പോൾ കിട്ടാവുന്നതില് ഇപ്പൊ ഇന്ന് നമ്മള് ഇറാനും അമേരിക്ക ഇസ്രായേലൊക്കെ യുദ്ധം നടക്കും. അപ്പൊ എല്ലാവരുടെയും പേടി ആണവായുധം ഉപയോഗിക്കും, അത് ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കും അല്ലെ? അപ്പൊ ഇന്നത്തെ ഒരു ഏറ്റവും വലിയൊരു വെപ്പണാണ്, ഒരു ആയുധമാണ് ആണവായുധം അല്ലെ? അപ്പൊ ഇന്ന് കിട്ടാവുന്ന ഒരു വലിയൊരു സൈന്യ സജ്ജീകരണമുണ്ട്. അതുപോലെ അന്നത്തെ ഏറ്റവും വലിയ ഒരു സൈന്യ സജ്ജീകരണമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടല്ലേ മക്കക്കാർക്ക് പോലും നേരിടാൻ പറ്റാത്തതുകൊണ്ട് അബൂ സുഫിയാനിലോ കഅബയുടെ സംരക്ഷകൻ, അവരുടെ നേതാവ്, ആ നേതാവിന്റെ കുറച്ച് ഒട്ടകങ്ങളെ പിടിച്ചിട്ട് പോയി. അബ്രഹത്തിന്റെ അടുത്ത് വന്നിട്ട് ആ ഒട്ടകത്ത് വിട്ടതായോ എന്ന് പറയരുത്. അബ്രഹത്ത് പോലും അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആദരിക്കപ്പെടുന്ന ആദരണീയമായ പവിത്രമാക്കപ്പെട്ട കഅബ പൊളിക്കാൻ വന്നിട്ട് നിങ്ങൾ ഒട്ടകത്തിനെ ചോദിക്കുന്നത്. അപ്പൊ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാ, കഅബയുടെ ഉടമസ്ഥൻ റബ്ബ, അവൻ നോക്കിക്കോളും. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മക്കാരോടൊക്കെ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. മക്കയുടെ ഈ കഅബയുടെ സറൗണ്ടിൽ നിൽക്കേണ്ട ഏതെങ്കിലുമൊക്കെ മലമടക്കുകൾക്കും മറ്റും മാറാൻ പറഞ്ഞു. അവസാനം പോകുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ ആ കഅബയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ സംഭവിച്ചത് അള്ളാന്റെ ഖുദ്റത്താണ്. അള്ളാഹു അബാബീൽ എന്നു പേരുള്ള ഒരു കൂട്ടം പക്ഷികളെ അയച്ചു. ഇതാണല്ലോ പറഞ്ഞത്. ആ പക്ഷികൾ അവരുടെ കൊക്കിലും കാലിലും അങ്ങനെ ഇഷ്ടിക പറ്റ ചെറിയ കല്ലുകൾ എറിഞ്ഞു എന്നാണ് അല്ലെ? കല്ലുകൾ ഇട്ടു. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ തുരുതുര എന്ന് ഈ പക്ഷിക്കൂട്ട കല്ലിടുമ്പോ നിശ്ചിത ഉയരത്തിൽ നിന്ന് കല്ലുകൾ വീണ് ഈ ആനന്റെ മുകളിൽ വീണപ്പോ ആ ആനപ്പട്ടാളം എന്ത് ചെയ്തു? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പിയ വൈക്കോൽ തുരുമ്പ് പോലെ ആയിട്ടുണ്ട്. വല്ല പിടുത്തം കിട്ടിയ വൈക്കോല് മാടി ചവക്കടിയുമ്പോ നീളത്തിലാവും, ശരിയല്ലേ? വായിലിട്ട് ചവച്ചു തുപ്പിയാലോ തുണ്ടം തുണ്ടമായിട്ടുണ്ടാവും. ആനപ്പട്ടാളം കഷ്ണം കഷ്ണമായി തുണ്ടമായിട്ട് അവരുടെ ശരീരഭാഗങ്ങളും ആനയും പലതും പലതും ചിഹ്ന ഭിന്നമായി. ഒരു ചെറിയ കല്ല് വീഴുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ?
സംഭവിക്കുമോ? ശരി. മഴമേഘങ്ങൾ കേട്ടിട്ടില്ലേ? മഴമേഘങ്ങൾ, ചുരുങ്ങിയ മഴമേഘത്തിലേക്കുള്ള ദൂരം ശരിക്കും കേൾക്കണേ, ഹൃദയം കൊണ്ട് കേൾക്കണം കേട്ടത്. അപ്പോഴാണ് ഈ ഫജഅലഹും കാസ്ഫിൻ മക്ക അതെങ്ങനെ സംഭവിച്ചു എന്നതിന്റെ ശാസ്ത്രീയത മനസ്സിലാവും. ചുരുങ്ങിയ മഴമേഘത്തിലേക്കുള്ള ദൂരം 1200 മീറ്റർ ആണ്. ക്ലിയർ? 10,000 മീറ്റർ വരെ ഉയരത്തിൽ മഴമേഘങ്ങൾ കാണപ്പെടും. ഇതിൽ 1200 മീറ്റർ ഉയരത്തിൽ നിന്ന് മഴമേഘത്തിൽ നിന്ന് ഒരു വെള്ളത്തുള്ളി വീഴുന്നു. ക്ലിയർ? വെള്ളത്തുള്ളി ഇങ്ങനെ അന്തരീക്ഷ, ആ വെള്ളത്തുള്ളിയുടെ വലിപ്പത്തിലും കനത്തിലും വെള്ളത്തിന് പകരം ഒരു കല്ലോ ഒരു ഖരപദാർത്ഥമാണെങ്കിൽ എന്താ സംഭവിക്കുക? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് അത് ഭൂമിയിലേക്ക് ഇടിച്ചിറക്കുക? അറിയോ? മണിക്കൂറിൽ 500-ലേറെ കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയിലേക്ക് പതിച്ചിറക്കുക. 1200 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു വെള്ളത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു കല്ല്, ഒരു ഖരപദാർത്ഥം വീണാൽ അതിന് മണിക്കൂറിൽ 500-ലേറെ കിലോമീറ്റർ വേഗത്തിൽ വെടിയുണ്ട തുളച്ച് കയറ പോലെ ഉണ്ടാവും. അതിനേക്കാൾ അപ്പുറമായിരിക്കും. എന്നാൽ വെള്ളത്തിന് അള്ളാഹു പ്രത്യേക നിയമം വെച്ചു. വെള്ളം വരുന്ന സമയത്ത് മണിക്കൂറിൽ 10 മുതൽ 12 കിലോമീറ്റർ വേഗത്തിലേ പ്രാപിക്കുള്ളൂ. അതുകൊണ്ടാണ് മഴ കൊണ്ടാലും വേദനിക്കാത്തത്. പക്ഷെ വെള്ളത്തിന്റെ പകരം ഇതേ അന്തരീക്ഷത്തിലൂടെ ഒരു ഖരപദാർത്ഥം വന്നാൽ സ്ഥിതി മാറും. അപ്പൊ മനസ്സിലായില്ലേ? ആ അബാബിയിൽ പക്ഷികൾ ഏകദേശം 1200 മീറ്റർ മുകളിലായിരിക്കാം. 1200 ആണെങ്കിൽ തന്നെ മണിക്കൂറിലൊന്നും അവരിട്ട കല്ല് ഭൂമിയിലേക്ക് പതിക്കുന്ന വേഗത 500 കിലോമീറ്റർ വേഗത്തിന്റെ അപ്പുറം. 500 കിലോമീറ്റർ വല്ല പിടുത്തം കിട്ടിയോ? നിങ്ങളുടെ കാറിൽ ഓടും മണിക്കൂറിൽ എത്ര? നാഷണൽ ഹൈവേയിലെ സ്പീഡ്, നാഷണൽ ഹൈവേയിലെ സ്പീഡ് എത്ര? 100 ഉണ്ടോ? 90. ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗത ഈ പറഞ്ഞ 500 അല്ലേ? ആ വേഗത്തിൽ വേഗത പ്രാപിച്ചിട്ട് വേണ്ടി ഇടിച്ചിറങ്ങണത്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിൽ കണക്കാക്കിയാൽ മതി. വെള്ളത്തിന് മാത്രം പ്രത്യേക അനുഗ്രഹം. അതാണ് മഴ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതുകൂടെ അതിന്റെ ആ സഞ്ചാര വേഗത കൂടി അനുഗ്രഹം മഴത്തുള്ളിയുടെ. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് അള്ളാഹ് വിചാരിച്ചാൽ ഇത്രയും വലിയൊരു സൈന്യ സജ്ജീകരണത്തിൽ ചെറിയ പക്ഷികളെ കൊണ്ടാണ് ഇല്ലാണ്ടാക്കിയത്. അഹങ്കരിക്കണ്ട. അമാനിമുന്റെ തഫ്സീറിൽ കൃത്യമായി ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ചെറിയൊരു അനിമേറ്റഡ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കേട്ടോ. വിശുദ്ധ കാബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്കാ നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ ആനക്കലഹ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഹബ്ശയിലെ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്നത് അബ്രഹത്ത് എന്ന രാജാവായിരുന്നു. അറബികൾ കഅബയിലേക്ക് ഹജ്ജ് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ യമനിൽ അതുപോലെ വമ്പിച്ചൊരു ക്രിസ്തീയ ദേവാലയം അവൻ സ്ഥാപിച്ചു. മക്കയിലെ ഹജ്ജ് അങ്ങോട്ട് തിരിക്കാം എന്നായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. അതിൽ പ്രതിഷേധിച്ച് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തി വൃത്തികേടാക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ഇതറിഞ്ഞ അബ്രഹത്ത് കോപാന്ധനായി ഒരു വൻ സൈന്യവുമായി കഅബ തകർക്കുവാൻ പുറപ്പെട്ടു. ഈ സൈന്യത്തിൽ 9-13 ആനകൾ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഗജവീരനെ അബ്രഹത്ത് തന്നെ നയിച്ചു. അൽ മുഹമ്മസ് എന്ന സ്ഥലത്തെത്തുവോളം യാത്ര തുടർന്നു. അവിടെ വെച്ച് സൈന്യ സജ്ജീകരണം നടത്തി, ആനകളെയും സജ്ജീകരിച്ചു, മക്കയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങി. അങ്ങനെ മുസ്തലിഫയുടെയും മിനയുടെയും ഇടയിലുള്ള വാദി മുഹസ്സറിൽ എത്തിയപ്പോൾ ആന അവിടെ മുട്ടുകുത്തി. കഅബയുടെ നേരെ തിരിയുന്നില്ല. വടക്കോ തെക്കോ കിഴക്കോ തിരിയുമ്പോൾ ആന മുന്നോട്ട് നടക്കുന്നു, കഅബയുടെ നേരെ തിരിയുമ്പോൾ മുട്ടുകുത്തുന്നു. ഇങ്ങനെയിരിക്കെ അള്ളാഹു അവർക്ക് മീതെ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ടെറിയുന്ന പക്ഷികളെ അഴിച്ചുകൊണ്ട് അവരെ ചവച്ചു തുപ്പിയ വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏകദേശം 50-55 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു താക്കീതാണ് ഈ സംഭവം.
എല്ലാത്തിനും മുകളിൽ അള്ളാഹു ഉണ്ടെന്നുള്ള ബോധത്തോടുകൂടി വിനയാന്വിതരായി അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ശരിക്ക് ഈ ആനക്കലഹ സംഭവം നമ്മള് പഠിപ്പിക്കുന്ന പാഠം നമ്മൾ നോക്കണേ. ശരിക്ക് എല്ലാത്തിനും ഖുദ്റത്തുല്ലാഹി ഫൗക കുല്ലി ഖുവ്വത്തിൻ, എല്ലാ ശക്തിക്കും മുകളിൽ അതിശക്തനായ പടച്ചവനുണ്ട്. അവന്റെ കഴിവും ഖുദ്റത്തുമാണ് ഈ സംഭവം ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഇതിന്റെ പാഠമായിട്ട് പഠിക്കേണ്ടെന്ന് മനുഷ്യന്മാര് പണം കൂടുമ്പോ, അധികാരം കയ്യിലേറുമ്പോ എന്ത് ചെയ്യും? അഹങ്കാരം കൂടും അല്ലെ? പാവം ആ ഫലസ്തീനികളെ അമേരിക്കയും ഇസ്രായേലും എത്ര കൊല്ലായി അല്ലെ? അവർക്ക് കുറച്ച് ആയുധവും വെപ്പൺസും കൂടിയത് കൊണ്ടാണല്ലോ ഈ ഹുങ്ക് കാണിക്കുന്നത് അല്ലെ? 80-85 കൊല്ലായി കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടൊന്നും മാറിയിട്ടില്ല. 8-10 ലക്ഷം പേരാണ് പട്ടിണി കൊണ്ടും തണുപ്പ് സഹിക്ക വയ്യാതെ മരിക്കാൻ അവിടെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ അല്ലെ, ഇതേപോലെ അഹങ്കരിക്കുന്ന അഹങ്കാരികളാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേരളത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ അല്പാൽപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണേ, ഈ പറഞ്ഞ RSSകാർക്കടക്കം എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ദ്രോഹിക്കുന്നുണ്ട്. പക്ഷെ അവര് അറിയണില്ല അല്ലെ? ഈ E20 പെട്രോളൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. അപ്പൊ E20 എത്തനോൾ 20% പറഞ്ഞ് കലർത്തുന്ന 70 അല്ല 30 മൊത്തം ഇന്ത്യക്കാരെയല്ലേ ദ്രോഹിക്കണത്. ഇതടിക്കണം മിക്ക വണ്ടി എന്ത് ചെയ്യും? കംപ്ലൈന്റ് ആവും, ഇരുമ്പ് തുരുമ്പടിക്കും. അപ്പൊ അത് പോയിട്ട് ഈ 85 കടക്കണ്. 85% എത്തനോൾ. ഇതൊരു സ്പിരിറ്റ്, ഒരു കള്ളിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കണേ, ഏത് ഇരുമ്പും ഒക്കെ തുരുമ്പെടുത്ത് എല്ലാ വണ്ടിയും കട്ടമൊക്കെ വരും. എനിക്ക് തോന്നുന്നു ഇതൊരു മദ്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഇനി വൈൻ ഷോപ്പിലൊന്നും പോലെ പെട്രോൾ പമ്പ് പോയിട്ട് ആൾക്കാർ കുടിക്കാനും തുടങ്ങും. പറയാൻ പറ്റും 85% എത്തനോളല്ലേ ഡൽഹിയിൽ തുടങ്ങി നമ്മുടെ രാജ്യത്തേക്ക് വരും. പൈസയിൽ കുറവുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ വില. അതിന്റെ പുറമെ ആളുകളെ കൊല്ലുന്നു, പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ. അങ്ങനെ ശരിക്ക് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ദീനനുസരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്ത് ക്ഷമയോടെ അള്ളാഹിനോട് സഹായം അർത്ഥിച്ച് ജീവിച്ചാൽ എല്ലാത്തിനും മുകളിൽ ആരുണ്ട്? പടച്ചോനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പറഞ്ഞ അഹങ്കാരികളൊക്കെ ഈ ആയുധങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അള്ളാഹു നമ്മുടെ ഈ ഭൂമിയെ ഏതാനും സെക്കൻഡ് ഒന്ന് പിടിച്ചു കുലുക്കിയാൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ ആയുധങ്ങൾ കൊണ്ട് തടുക്കാൻ പറ്റുമോ? ശാസ്ത്രം വളർന്നു അല്ലെ? നിങ്ങൾ ഈ കാണുന്നത് 2023 ഫെബ്രുവരി സിറിയ തുർക്കി ബോർഡറിൽ അതിശക്തമായൊരു ഭൂമികുലുക്കുണ്ടായി. വലിയ ആഘാതം സൃഷ്ടിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ വഴിയാധാരമായി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ടെക്നോളജി വളർന്നു അല്ലേ? അപ്പൊ നോക്കണേ, നമ്മുടെ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭൂമി കുലുങ്ങുന്ന സമയത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഇതിനെ തടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ? ഇന്ന് തുടങ്ങി അടുത്ത ആഴ്ച വരെ നിൽക്കാതെ രാവും പകലും മഴ പെയ്തു. വെള്ളം കയറി വരും അല്ലേ? നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ നിറഞ്ഞ് 1ാം നിലയിലേക്ക് കയറും. നിങ്ങൾ എവിടെ പോകും? ടെക്നോളജി കൊണ്ട് മഴ തടുക്കാൻ പറ്റുമോ? ഉരുൾപൊട്ടൽ വന്നാൽ പോട്ടെ, ഇവിടുത്തെ കടല് കയറി വന്നു, അവിടെ കടലിന്റെ അടിയിൽ സ്ഫോടനം നടന്ന് ഭൂമി കുലുക്കണ്ടായിട്ട് വമ്പൻ സുനാമിയായിട്ട് കയറി വരുമ്പോൾ ഇത് തടുക്കാൻ പറ്റൂല. എല്ലാത്തിനും മുകളിൽ പടച്ചോന് മറക്കുമ്പോ, അഹങ്കരിക്കുമ്പോ, തനിക്ക് കിട്ടിയ സമ്പത്തും കഴിവിന്റെ പേരിൽ പാവങ്ങളെ ദ്രോഹിക്കുമ്പോ മുകളിൽ അള്ളാഹ് ഉണ്ട് എന്ന് മറക്കണ്ട. അങ്ങനെ അന്നത്തെ ആഘാതം എത്രമാത്രം ഭയാനകമാണ്. നമ്മുടെ നാട് കുലുങ്ങൽ ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ നിങ്ങളൊന്ന് കാണിയാ മതി. ഇവിടെ ആ കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കടിയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മരിച്ചിട്ടില്ല. കാണിങ്ങൾ يا رب يا رب يا رب بسم الله الرحمن الرحيم ശ്രദ്ധിക്കണേ. شوي يا شباب كلهم كده عليه يلا شو كده يلا شو ഇതേതാ മനസ്സിലായോ? ഇതാ കുട്ടിയുടെ കാല കണ്ടോ? അത് കുട്ടിയുടെ കാല.
ഈ കാലില്ലാത്തൊക്കെ ഈ കോൺക്രീറ്റ് കെട്ടിട കഷ്ണങ്ങൾക്കടിയില. يا رب يا رب. بسم الله الرحمن الرحيم. خلي يمسك لك عمار فارس ليش عنده فارس؟ ابدا ارس ابو احمد. ابو احمد اسحب لي الحجره. هي لا تراسب هم. يلا 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 انا كميت سوق شوي ماذا مدير يا ربي سيجرة هاي هذا شيء هاي لا تحكي شباب لا انا يا شباب പൗരമാന്ന് ആ കുട്ടിയുടെ മുഖത്തിന്റെ ഭാഗത്ത് മുഖപ്പ് പുറത്തെടുത്തോ. شوي عمو يلا 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 عمو يلا طب صاحب صافي بيطلع في رمضان سنتي في شهر ആ മുഖം هتخليك فقط عمو عارف نفرة عمو ليك بس شلون عمو جايك عليه يمين عليه رميت عليه فقط عمو هو بالك يمين مسوينها لك عادي سوي السلام بسيطة رحمة يلا يلا هذا انا وانتو بس ينفعنا وانتو ആ വലിയ എടുക്കാൻ കഴിയും. ست القلق വലിയൊരു يلا يلا بس هي اصحاب اجروا بهدوء ما تخاف عن بكره ايه يلا يا عمو انا كمان يا فاضل اسود ايه معلش معلش يا يمين معلش لا لا قص عليها هيك لا قص عليها هيك بسيطة بسيطة يلا اسحبها بقى يا رب يا رب الله اكبر اسحبها اسحبها شوي شوي ഷീലോറിന് എടുക്കാൻ പറയണം. അപ്പൊ മറ്റപ്പുറന്ന് ഷോയ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒറ്റടിക്കരുത്. ഇവിടെ ഉള്ളിലാണ് ചെറ്റ എടുക്കൽ എന്ത് ചെയ്യും, പൊട്ടും. പതുക്കെ എടുക്കുന്ന പറയണം. എന്റെ കൂടെ ശരിക്കും ആലോചിക്കും. നമ്മുടെ നാട്ടിലും കുലുങ്ങിയാലേ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളിൽ ചിലപ്പോൾ വാപ്പ പോകും, ഉമ്മ പോകും, മക്കൾ ഇങ്ങനെ ഉണ്ടാവും. ചില മക്കൾ മരിക്കും, നമ്മൾ പാതി ജീവനോടെ ഉണ്ടാവും. അന്ന് നോക്കണ അന്നത്തെ നാശനഷ്ടം ഏകദേശം 10 ലക്ഷം കോടിയുടെ അടുത്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഏകദേശം 59,000-ന് മുകളിൽ ആളുകൾ മരിച്ചു. അങ്ങനെ 1,20,000-ൽ അധികം ആൾക്കാർക്ക് പരിക്കേറ്റു. 3 ലക്ഷം കെട്ടിടങ്ങൾ തകർന്നു. 1 കോടിയിലേറെ ആളുകൾ വഴിയാധാരായി. അങ്ങനെ ശരിക്കും മയ്യത്തുകളുടെ കബറടക്കാൻ വേണ്ടി ക്യൂ ആണ് അവിടെ. ശരിക്കും നോക്കണ നീളത്തിൽ JCB കൊണ്ട് ഒരു കബർ ഇങ്ങനെ നീളത്തിൽ മാന്തിയിട്ട് അടക്കം ചെയ്യണേ. നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കാണാം. മയ്യത്തുകളുടെ ക്യൂ അവിടെ കാണാം. കാരണം നേരത്തോട് നേരം വെക്കാൻ പറ്റൂലല്ലോ. 60,000 70,000 മയ്യത്തുകൾ കുളിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിടെ കാണാൻ ഇങ്ങനെ നീണ്ടിട്ടതാ. അതുകൊണ്ട് JCB ഇട്ട് മൂന്ന് ഡേ ആൻഡ് നൈറ്റ് 24 അവർ എന്ത് ചെയ്തു, കബറടക്കം നടന്ന സമയമാണത്. നമ്മൾ ശരിക്കറിയണതാണ്. മയ്യത്തുകളുടെ ക്യൂ കണ്ടോ? ഇതൊക്കെ കബറടക്കാൻ വേണ്ടി വെച്ചിക്കാണ്. കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. നേരത്തോട് നേരം കഴിയുമ്പോൾ ചീഞ്ഞ നാറ്റം വരും. അതിന് ദ്രുതഗതിയിൽ കബറടക്കാണ്. നമ്മുടെ നാട് ഈ എറണാകുളം ഇതുപോലെ കാക്കനാടൊക്കെ ഒന്ന് കുലുങ്ങിയ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആലോചിക്കും. എല്ലാത്തിനും മുകളിൽ ആരുണ്ട്? പടച്ചോനുണ്ട്. ഇതാ നോക്കണേ, ഇയാളിപ്പോ എന്തായിരിക്കാം നോക്കുന്നത്? ഒന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. എന്താ പറയും? എന്തായിരിക്കാം അയാൾ അതിൻ്റെ ഉള്ളിലൂടെ നോക്കുന്നത്? ചിലപ്പോൾ അയാളുടെ വീട് അവിടെ ആയിരിക്കാം, അല്ലേ? തൻ്റെ കുട്ടികളോ നഷ്ടപ്പെട്ട ആരെങ്കിലും ജീവനോട് അതിൻ്റെ ഉള്ളിലുണ്ടോന്നായിരിക്കില്ല നോക്കണത്. നമ്മുടെ നാട് കുലുങ്ങിയിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് പൊളിഞ്ഞ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ കുറച്ചൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. അള്ളാന്റെ സഹായം. ഈ നാട് ഇളകി മറിയാതെ ഇവിടെ സമാധാനത്തോടെ നിലനിർത്തി തരാൻ കഴിവുള്ള അൽ ഖദീർ മുകളിലുണ്ട്, മറക്കണ്ട. ഈ നാടിനെ ഇളക്കി മറിച്ച് ഇതുപോലെ നാശനഷ്ടങ്ങൾ വരുത്താനും പടച്ചോന് കഴിയും, അത് മറക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, വിനയാന്യതരായി
ഭക്തിയോടെ അള്ളാഹ്ക്ക് കീഴ്പ്പെടുക. അള്ളാഹ് പറഞ്ഞതിന് മുമ്പിലൊക്കെ എന്ത് ചെയ്യുക? കീഴ്പ്പെട്ട് ജീവിക്കുക. ആ മഹാ കഴിവുള്ളവനെ ആരാധിച്ച് ജീവിക്കുക. അതാണ് ഈ കഅബ പൊളിച്ച സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 35 വയസ്സായി. വീണ്ടും കഅബയിലേക്ക് തിരിച്ചു വരാം. 35-ാമത്തെ വയസ്സായി. ഇനി പ്രവാചകനാകാൻ എത്ര ഉണ്ട്? 5 കൊല്ലം കൂടിയുണ്ട്. അപ്പോഴാണ് കഅബ പൊളിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നബിന്റെ കാലത്തൊന്നല്ല, ഒരു ഏകദേശം ഒരു 150 കൊല്ലം മുമ്പ് കഅബയിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ്. ഇടക്കിടക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവും, നബിന്റെ കാലത്തും ഉണ്ടാവും. അപ്പോ ഈ നബിന്റെ 35-ാമത്തെ വയസ്സ് അന്ന് കഅബ എന്താ പറഞ്ഞില്ലേ, ഒരാൾക്ക് വലിയൊരു കല്ലിൽ കയറി നിന്നാൽ, ഒരു വലിയൊരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാലുള്ള ഉയരത്തിനാണ് കഅബ. 9 മുഴം. എത്ര മറക്കണ്ട? 9 മുഴം ഉയരം. മേൽക്കൂരല്ല. ഏതില്ല നമ്മളിതുപോലെ മേൽക്കൂരല്ലേ, RCO ഒക്കെ നമ്മൾ ഉണ്ടാവൂലേ, ഓട്, മേൽക്കൂരല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന, ഈ കള്ളന്മാർ അതിൻ്റെ ഉള്ളിൽ നിധിയുണ്ട്. മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ കൂടെ കടന്നത് എന്ത് ചെയ്യും? ഇതൊക്കെ മോഷണം പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ കഅബയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അങ്ങനെ കഅബന്റെ ഭിത്തികളൊക്കെ ഇടിഞ്ഞു. മണ്ണുകൊണ്ടാണല്ലോ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു തീപിടുത്തത്തിൽ അതിന്റെ പല ഭാഗവും അതിന്റെ മരവും മറ്റൊക്കെ നശിച്ചും പോയി. അപ്പോഴാണ് ഖുറൈശികൾക്ക് ഇത് പുതുക്കി പണിയണം. അള്ളാന്റെ ഭവനല്ലേ, അവരൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആരാധനാലയല്ലേ, അപ്പൊ ഇത് പുതുക്കി പണിയണം. അപ്പൊ അവര് മീറ്റിംഗ് കൂടിയിട്ട് അവരെത്ര മോശക്കാരെ കഅബയുടെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം എടുത്തു. അവര് പറഞ്ഞു, ലാ യദ്ഖുലു ഫീ ബിനാഇഹാ ഇല്ലാ ത്വയ്യിബ്. നല്ല ശുദ്ധമായ പൈസ മാത്രമേ ഈ കഅബ പണിയാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അവര് ഏത് ചെയ്യുന്നുണ്ട്? അക്രമത്തിലൂടെ പൈസ ഉണ്ടാക്കാറുണ്ട്. ആ പൈസ പറ്റൂല. പലിശക്ക് പണം കൊടുത്ത് പൈസ ഉണ്ടാക്കാറുണ്ട്. ഏത് സംഖ്യ അത് പറ്റൂല. വേശ്യാലയം നടത്തി കാശുണ്ടാക്കാറുണ്ട്. അതൊന്നും എന്തിനു പറ്റൂല? ഈ കഅബക്ക് കച്ചവടം, നല്ല നമ്മുടെയൊക്കെ ഭാഷയിൽ ഹലാലായ നല്ല കച്ചവടത്തിലൂടെയുള്ള ശുദ്ധമായ പൈസ മാത്രമേ ഏതിനു ഉപയോഗിക്കാവൂ? കഅബ പടുത്തുയർത്താൻ ഉപയോഗിക്കാൻ പാടും. അങ്ങനെ ഈ കഅബ പടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഇതൊക്കെ ഇറക്കണ്ടേ, കല്ലുകളൊക്കെ ഇറക്കണ്ടേ? ഒരൊറ്റ കുട്ടി ഈ കഅബന്റെ ഭിത്തിയിലെ ബാക്കിയുള്ള കല്ലുകൾ ഇറക്കൂല. അവർക്ക് പേടിയായിരുന്നു. കാരണം അവർക്ക് അനുഭവമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഏത് ആനക്കലഹ സംഭവം, കഅബയുടെ തൊട്ടാൽ പടച്ചോൻ ഇടപെടുമോ എന്നുള്ള പേടി. ഇതാണെങ്കിൽ പുതുക്കി പണിയും വേണം. എന്തു ചെയ്യും? അവസാനം മഖ്സൂമി ഗോത്രക്കാരനെ വലീദ് ഇബ്നു മുഗീറ ആ കഅബന്റെ മുകളിൽ കയറി. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ നുരീദു ഇല്ലാ ഖൈർ. അള്ളാഹുവേ, ഞങ്ങൾ ഈ കഅബയുടെ കല്ലുകൾ താഴെ ഇറക്കുന്നത് നന്മ ഉദ്ദേശിച്ചാണ്, ഇതിനെ നശിപ്പിക്കാനല്ല പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഒരു 2 മൂലയിലെ 1-2 കല്ലെടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് അന്നൊരു ദിവസം വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. എന്തെങ്കിലും അപകടം ആകാശത്ത് നിന്ന് വരുന്നുണ്ടോന്ന് നോക്കി. പിറ്റേ ദിവസം യാതൊരു കുഴപ്പമില്ല എന്ന് കണ്ടപ്പോ കുഴപ്പമില്ല. അങ്ങനെ ബാക്കിയുള്ള ഗോത്രക്കാരെല്ലാവരും ചേർന്ന് കഅബയുടെ കല്ലുകളൊക്കെ ഇറക്കി. എവിടെ എത്തി? ഇബ്രാഹിം നബി പണിത വസലു ഇലാ ഖവാഇദി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ അടിത്തറല്ലേ, ആ അടിത്തറ കണ്ടു. ഇനി ആ ഫൗണ്ടേഷൻ എന്ത് ചെയ്യാ? കല്ലുകൾ കെട്ടിത്തുടങ്ങണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? നോക്കണേ, റോമൻ ശില്പിയായ ബാക്കൂം, എന്താ പേര്? ബാക്കൂം. റോമൻ ശില്പിയായ ബാക്കൂം എന്ന ആളാണ് ഈ കഅബാലയം പടുത്തുയർത്താൻ നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഈ ഗോത്രങ്ങൾക്ക് ഓരോ ഭാഗം ഡിവൈഡ് ചെയ്തു. കഅബയുടെ ഇന്ന ഭാഗം അങ്ങനെ ഓരോ ഗോത്രക്കാർ ഈ ഭാഗങ്ങളൊക്കെ അവരുടെ കല്ലുകളൊക്കെ അടുക്കി റെഡിയാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലെത്തി. ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായി. അതൊരു ബഹുമാനാണ്. ഭയങ്കര പ്രശ്നം. എല്ലാ ഗോത്ര നേതാക്കന്മാരും പറയും ഞങ്ങളുടെ നേതാവ് വെക്കുക. പറ്റൂല, ഞങ്ങൾ വെക്കും. കുറേശികൾ പറയും. അങ്ങനെ ഓരോരുത്തരും ഭയങ്കര തർക്ക അവസാനം പണ്ടത്തെ ജാഹിലിയ കാലം അറിയാലോ, ചെറിയ വിഷയത്തിന് നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവരാ. പ്രതികാര ദാഹം തീർക്കുന്നവരാ. ഇവര് ഈ പരിശുദ്ധ ഹറം ഏരിയയില് അമ്പ് കൊലച്ചു നിൽക്കുകയാണ് യുദ്ധം ചെയ്യാനേ, അപ്പുറം ഓരോ ഗോത്രക്കാരും. അപ്പൊ അതിൽ പങ്കെടുക്കാതിരുന്നത് ആര് മാത്രമായിരുന്നു? അബൂ ഉമ്മയ്യത്ത് ബിൻ മുഗീറ.
അബൂ ഉമയ്യ മാത്രമാണ് ഈ തർക്കത്തിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പോ യുദ്ധം പോർവിളി നടത്തിയിട്ട് നിൽക്കുന്ന ഈ ഗോത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഉമയ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കിതിനൊരു പരിഹാരം കാണാം. യുദ്ധം വേണ്ട, ഇത് ഹറമാണ്, ഇവിടെ യുദ്ധം പാടില്ല, രക്തച്ചൊരിച്ചിൽ പാടില്ല, ഇത് പവിത്രമാണ്, നമുക്കൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം, നമുക്കിവിടെ കാത്തിരിക്കാം. ഇനി പുറത്തു നിന്ന് കാബയിലേക്ക് ആദ്യം വരുന്നത് ആരാണോ അയാളുടെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ട് ഇതിനൊരു പരിഹാരം നമുക്ക് ചോദിക്കാം. ഓക്കെ, വെരി ഗുഡ്, നല്ല തീരുമാനം. എല്ലാവരും എവിടക്കാ നോക്കണ? പുറത്തേക്ക്. ഇങ്ങനെ ആരാ ആദ്യം വരിക? എല്ലാവരുടെയും മനസ്സിൽ ഒരാൾ വന്നാൽ മതി എന്നാ. അതാ ദൂരെ നിന്ന് ആ നിഴലാട്ടം കണ്ടു. ഹാദാ അൽ-അമീൻ റദീനാഹു ഹാദാ മുഹമ്മദ്. എല്ലാവരുടെ മനസ്സിലും മുഹമ്മദ് നബി വന്നാ മതി എന്നാ. പ്രവാചകൻ ആയപ്പോഴാ വെറുത്തത്, അതിനുമുമ്പ് അല്ലമീനാ. അതാ അല്ലമീൻ വരണു, മുഹമ്മദ് മതി, ഞങ്ങൾ തൃപ്തിപ്പെട്ടു, മുഹമ്മദ് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുക, എന്താണ് മുഹമ്മദ് തീരുമാനിക്കണത് മതി. അങ്ങനെ മുഹമ്മദ് നബി വന്നു. ഇവരൊക്കെ പാടെ പ്രശ്നം പറഞ്ഞു. ഹജറുൽ അസ്വദ് ഇതാ തർക്കാണ്, ഞങ്ങളവക്കെ എല്ലാ ഗോത്രക്കാർക്കും വെക്കണം, എല്ലാവർക്കും അവിടെ വെക്കാൻ കഴിയില്ലല്ലോ, ഇതിനൊരു പരിഹാരം വേണം. നബി പറഞ്ഞു, വലിയൊരു മുണ്ട് തരാൻ പറഞ്ഞു. മുണ്ട് കൊടുത്തു, വെച്ചു. എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് നബിന്റെ കൈ കൊണ്ട് എടുത്ത് അതിന്റെ നടുവിൽ വെച്ചു. എന്നിട്ട് തെറ്റി നിൽക്കണ ഈ ഗോത്ര നേതാക്കന്മാരില്ലേ, അവരെയൊക്കെ വിളിച്ചു വരിയും പറഞ്ഞു. എല്ലാ ഗോത്ര നേതാക്കന്മാരോടും ഈ മുണ്ടിന്റെ വക്ക് പിടിച്ച് പൊക്കാൻ പറഞ്ഞു, നടക്കുകയും പറഞ്ഞു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്തേക്ക് ഈ ഗോത്ര നേതാക്കന്മാർ ഈ മുണ്ട്, ഹജറുൽ അസ്വദ് നടുവിലുള്ള മുണ്ടും പിടിച്ചിട്ട് നടത്തിച്ചു. എന്നിട്ട് ഹജറുൽ അസ്വദ് വെക്കേണ്ട സമയമായപ്പോൾ നബിന്റെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. എല്ലാവരും ഹാപ്പി, ഗോത്ര നേതാക്കന്മാർക്ക് സന്തോഷം, അതിലൊക്കെ പങ്കെടുത്തവര്. അങ്ങനെ നബിന്റെ 35-ാമത്തെ വയസ്സിൽ വലിയൊരു യുദ്ധം നടക്കാവുന്നൊരു കാര്യത്തെ നല്ല നീതിപൂർണമായി എല്ലാവർക്കും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നബി ഒരു തീരുമാനമെടുത്തു. പക്ഷേ അന്നുണ്ടായ കാബ ഇപ്പൊ കാണുന്നത്, ഇപ്പൊ നമ്മൾ കാബല്ലേ, അന്ന് പണിത അതേ സ്ട്രക്ചറാണ്. പക്ഷെ ഇബ്രാഹിം നബിയുടെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ വന്നു. അതറിയോ? അന്ന് ഖുറൈശികൾക്ക് നമ്മൾ എന്താ പറയുക, ഡിമാൻഡ് വെച്ചത് ശുദ്ധ പണം. കള്ളത്തരത്തോട് ധാരാളം പണമുണ്ട്. അപ്പൊ പണം കുറഞ്ഞപ്പോ അവരെന്ത് ചെയ്യുന്നറിയോ? ശരിക്ക് കാബയുടെ വടക്കേ ഭാഗം ഇതുണ്ടോ, വടക്കേ ഭാഗം ശരിക്കും ഇവിടെ ആയിരുന്നു. ഹിജ്റ ഇസ്മായിൽ എന്നറിയപ്പെടില്ലേ? ഹിജ്റ ഇസ്മായിൽ അറിയില്ലേ? കാബയിൽ ഇങ്ങനെ വളഞ്ഞ ഭാഗല്ലേ അല്ലെ? ഇബ്രാഹിം നബിന്റെ കാലത്ത് ഈ ചുമര് ഇവിടെ ആയിരുന്നു. ആ ഹിജ്റ ഇസ്മായിലിന്റെ അവിടെ നിന്ന് ഏകദേശം 6 മുഴം കാബന്റെ ഉള്ളായിരുന്നു. പക്ഷേ അത്രയും പൈസ അവിടെ കെട്ടാനുള്ള പൈസ അവർക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? പിന്നീട് പടുക്കാമെന്ന നിലക്ക് എന്ത് ചെയ്തു? ഇവിടുന്ന് എത്ര മുഴം? 6 മുഴം കുറവ് വരുത്തിട്ട് ഇവിടെ ഇതാക്കി. എന്നിട്ട് പിന്നീട് പടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ടു. അപ്പോ ഇബ്രാഹിം നബിന്റെ കാലത്ത് പണിത കാബയിൽ എത്ര മുഴം? ഏത് ഹിജ്റ ഇസ്മായിലിന്റെ ഭാഗത്ത് എത്ര മുഴം? 6 മുഴം. അത് കാബന്റെ ഉള്ളാണ്. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ എങ്ങനെ തവാഫ് ചെയ്യണം? ഇതിനെ പാടില്ല, ഇതും ചേർത്ത് ചെയ്യണം. കാരണം അത് കാബന്റെ ഉൾഭാഗം. ഇവിടെ നമസ്കരിച്ചാൽ നബി പറഞ്ഞു കാബന്റെ ഉള്ളിൽ നമസ്കരിച്ചതിന് തുല്യാണ്. അപ്പൊ ഇബ്രാഹിം നബിന്റെ കാബയിൽ മാറ്റം വന്ന ഒരു കാര്യം മനസ്സിലായില്ലേ? ഇനി അവർ മാറ്റം വരുത്തിയ രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബിന്റെ കാലത്ത് ഈ വാതില് ഭൂമിയുടെ സമനിരപ്പ് നിലമട്ടത്തിലായിരുന്നു. ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യാ, നേരെ ആളുകൾക്ക് കയറാം. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഉയരത്തിൽ പൊക്കി വെച്ചു. ഇപ്പോ ഇവിടെ ഒരു തിട്ടുണ്ട്, കാണിച്ച ഷാദർവാൻ, അതിൽ ഒരു 2 അടി 3 അടി തിട്ടിൽ കയറിയിട്ട് ഒരാള് ഇങ്ങനെ പിടിച്ചാലേ കാബയുടെ വാതിലെത്തണം. സ്റ്റെയർ വെക്കണം, റെഡിമെയ്ഡ് ഒരു സ്റ്റെയർ എസ്കലേറ്റർ വെച്ചാലേ കയറാൻ പറ്റൂ. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇങ്ങനെ ഉയരത്തിലല്ല, ഏതാണ്, നിലമട്ടത്തിനായിരുന്നു. അപ്പോ നോക്കണേ, എന്തിനാ അവരങ്ങനെ ചെയ്തത്? എന്തിനാ അവരിങ്ങനെ ഉയർത്തി വെച്ചത്? അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം ഉള്ളിൽ കയറ്റാൻ, ഇഷ്ടപ്പെടാത്തവരൊക്കെ ആട്ടിവിടാൻ. രണ്ടാമത്തെ മാറ്റം മനസ്സിലായില്ലേ? എണ്ണിയോ? മൂന്നാമത്തെ മാറ്റം നോക്കണേ. മൂന്നാമത്തെ മാറ്റം, ഇബ്രാഹിം നബിന്റെ കാലത്ത് 2 വാതിലുണ്ടായിരുന്നു. കാബക്ക് എത്ര വാതില്? ഒന്നിതാ അവിടെ, ഒന്നവിടെ,
ഒന്ന് ഇവിടെ തന്നെ. രണ്ടാമത്തെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ക്ലിയർ? ഒന്ന് പ്രവേശിക്കാനും ഒന്ന് എക്സിറ്റിനും. എൻട്രൻസും എക്സിറ്റ് രണ്ട് വാതിലായിരുന്നു. പിന്നെ കാബയുടെ ഉയരം 9 എന്നുള്ളത് എത്രയാക്കി? 15 മുഴം ഉയർത്തി. അപ്പൊ ഒരു 6 മുഴം കൂട്ടി. പിന്നെ അവര് മേൽക്കൂര പണിതു. 6 തൂണുകളിലായിട്ട് മേൽക്കൂരയും പണിതു. ഇതാണ് ഏത്? ഇബ്രാഹിം നബിന്റെ കാലത്തെ കാബയും നബിന്റെ 35-ാമത്തെ വയസ്സിൽ ഖുറൈശികൾ പണിത കാബയും തമ്മിലുള്ള ചെറിയ മാറ്റം. ഇനി ഇത് കൊള്ളപ്പെടായി പറ്റൂലല്ലോ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു ചോദിക്കണം, നബിയെ ഞാൻ ജദറിനെ കുറിച്ച് ചോദിച്ചു, എന്ന് വെച്ചാൽ ഈ ഹിജ്റ ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഇതാണ് ചോദ്യം, അമിനൽ ബൈത്തി, ഈ ഹിജ്റ ഇസ്മായിൽ കാബയിൽപ്പെട്ടതാണോ, കാബന്റെ ഉള്ളാണോ? നബി പറഞ്ഞു നഅം, അതേ ആയിഷ. അപ്പൊ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, ഫമാ ലഹും ലം യദ്ഖുലൂഹു ഫിൽ ബൈത്തി, എന്താ ഖുറൈശികള് അത് കാബന്റെ ഉള്ളാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ആക്കിയില്ല, അതിനെന്താ പുറത്താക്കിയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൗമക്കി, നിശ്ചയമായി നിന്റെ ജനതക്ക് ഖസ്റത്ത് ബിഹിമുൽ നഫഖ, അവർക്ക് പൈസ കുറഞ്ഞപ്പോ അവർ കുറവ് വരുത്തിയതാ, പിന്നെ കെട്ടാട്ട് ഒരു റൗണ്ട് വളച്ചിട്ടതാ. അപ്പൊ ആയിഷ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു, ഫമാ ശഅനു ബാബിഹ മുർതഫിഅൻ, എന്താ കാബന്റെ വാതിൽ ഇങ്ങനെ അവർ ഉയർത്താനുള്ള കാരണം എന്താ? ഇപ്പൊ നബി പറഞ്ഞു, ഫഅല ദാലിക ഖൗമുക്കി, നിന്റെ ജനത ചെയ്താത് എന്തിനാന്നറിയോ? ലി യദ്ഖുലു മൻ ശാഉ, അവരുദ്ദേശിച്ചവരെ കയറ്റാനും, വയംനഉ മൻ ശാഉ, അവരുദ്ദേശിച്ചവരെ തടയാൻ വേണ്ടിയിട്ടാ. നബിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, ഈ നിന്റെ ജനത ഉണ്ടല്ലോ, മക്ക ഫത്തഹ് നടന്ന സമയം, ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട് മക്ക ഫത്തഹിന്റെ ആയത്തൊന്നും ഓതി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ല വിജയം ഉണ്ടായാൽ. അടുത്തത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ദീനിലേക്ക് പ്രവേശിക്കുക. അപ്പൊ മക്ക ഫത്തഹിന്റെ അന്നാണ് ഒരുപാട് പേര് മുസ്ലിങ്ങളായി. ക്ലിയർ? അവരിപ്പൊ ശിർക്കിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോ ഈ സമയത്ത് ഞാൻ കാബ പൊളിച്ച് ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ പണിതാൽ അവര് പറയും, മുഹമ്മദ് ഇസ്ലാം വിജയം കിട്ടിയപ്പോ ആദ്യം ചെയ്ത പണി കാബ പൊളിച്ചു, കാബ പൊളിച്ച പ്രവാചകൻ. കാബയിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പല മാറ്റം വരുത്തി എന്നെന്ത് ചെയ്യും പറഞ്ഞിട്ട് വീണ്ടും എവിടേക്ക് പോകും? കുഫറിലേക്ക് പോകും എന്നൊരു പേടിയുണ്ട്. പിന്നെ അടുത്ത് പൈസയില്ല. ഈ രണ്ട് പേടിയില്ലെങ്കിൽ ഞാൻ ഏതുപോലെ പണിയും? ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കാബ പണിതേനേന്ന്. ക്ലിയർ അല്ലേ? അപ്പോ നോക്കണേ, ഇതാ ഇബ്രാഹിം നബിന്റെ കാലത്ത് കാബ. ഇബ്രാഹിം നബിന്റെ കാലത്ത് 2 വാതിലുണ്ടായിരുന്നു, ഒന്ന് പ്രവേശിക്കാനും ഒന്ന് എക്സിറ്റിനും. ഒന്ന് ഡപ്പുള്ള ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു, പക്ഷെ നിലമട്ടത്തിന്. രണ്ടാമത്തെ വാതില് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിലമട്ടത്തിന്. ക്ലിയർ അല്ലേ? ഇനി ഇസ്ലാമിക ചരിത്രകാരന്മാർ ഇബ്രാഹിം നബിന്റെ കാലത്തെ കാബയുടെ ഒരു ഡ്രോയിങ്, ഏകദേശം ഈ നബി പറഞ്ഞ ഹദീസില്ലേ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പത് ഇപ്പുള്ള കാബ ഖുറൈശികളുടെ കാലത്ത് ഇത് ഇവിടെ കുറവ് വരുത്തിയിട്ട്, ഇവിടെ ഇരുന്നു ചുമര്, ഇവിടെ കുറവ് വരുത്തി. ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇത്രയും നീണ്ടിട്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഇത് ഏകദേശം ആ നബിന്റെ ഹദീസൊക്കെ വെച്ച് ഇസ്ലാമിക ചരിത്രകാരന്മാർ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കിയതാ. അങ്ങനെ കാബയുടെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി. അപ്പോഴും കാബയിൽ ശിർക്കൊക്കെ ഉണ്ട്, വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മക്കം ഫത്തഹ് ഉണ്ടായി, മക്ക വിജയിച്ചു അല്ലെ? മക്ക വിജയം നടന്ന ദിവസം ഓർമ്മല്ലേ? മദീനയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു സൈന്യം വന്നു. മക്കാർ ആരും ഇതിനെ എതിർത്തില്ല, എല്ലാവരും പേടിച്ചോടിപ്പോയി, പലരും വീട്ടിൽ അഭയം പ്രാപിച്ചു. മക്ക എന്ന നാട് നബിന്റെ കീഴിലേക്ക് വരികയാണ്. ഒരു വൈകാരിക രംഗാണ് അല്ലെ? 10 കൊല്ലം മുമ്പ് ഈ നാട്ടുകാര് നബിനെയും കുടുംബത്തെയും സ്വഹാബത്തിനെയും എറിഞ്ഞു ഓടിച്ചതാ, തല്ലിക്കൊന്ന് ഓടിച്ചു പോയതല്ലേ? തിരിച്ചു വരുമ്പോ സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ടാ വരുന്നത്. അഹങ്കാരല്ല, കബങ്ങനെ ത്വാഫ് ചെയ്യണ നബി. പക്ഷേ നബിന്റെ ഉള്ളിങ്ങനെ ഒരു സന്തോഷമുണ്ട്, എന്നാ നബിക്ക് അറിയണമുണ്ട്. ഇതിനൊക്കെ അറിഞ്ഞെന്നറിയോ? ഈ മക്കത്തുനിന്ന് ഇവര് ഓടിച്ചതല്ലേ അല്ലേ?
ഈ മക്കത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നബിക്ക് അധികം വരുമാനമൊന്നുമില്ല. അന്ന് നബിക്ക് കച്ചവടത്തിന് എല്ലാ സഹായം ചെയ്തു കൊടുത്ത് തന്നെ വിവാഹം കഴിച്ച് തനിക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായി ഇസ്ലാമിലെത്തിയപ്പോഴും എനിക്ക് വലിയ താങ്ങും തണലുമായ എൻ്റെ പ്രിയപ്പെട്ട ഖദീജ. ഈ മഹത്തായ വിജയം വരിച്ച ദിവസം എൻ്റെ ഖദീജ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നബി ആഗ്രഹിച്ചു. എന്നും നമ്മുടെ ഇണകളോടുള്ള കൂറ് ഇത് മറക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരല്ലേ, അവരെന്നും നല്ല നിലക്ക് അനുസ്മരിക്കും. അങ്ങനെ മക്ക ഫതഹ് ഉണ്ടായി, വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഅബയിലും അതിന്റെ ചുറ്റുഭാഗത്തുള്ള വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചു. ഏത് ഓതിയ ആയത്ത് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ അല്ലേ? സത്യം ജാ അൽ ഹഖ് സത്യമെന്ന് വസഹഖൽ ബാത്തിൽ എന്നു അസത്യം പരാജയപ്പെട്ടു. എല്ലാ വിഗ്രഹത്തെയും ഉടച്ച് കഅബ എന്ത് ചെയ്തു? ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ച് തൗഹീദ് സ്ഥാപിച്ചു. ബാങ്ക് കൊടുക്കാൻ സമയമായി. പങ്കുകൊടുക്കണ്ടേ? നബിന്റെ പ്രിയപ്പെട്ട അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും പ്രമുഖരൊക്കെ ഉണ്ട്, എല്ലാ പ്രമുഖരുണ്ട്. പക്ഷെ നബി ആ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പിടിച്ച് വിളിച്ചത് കാക്കക്കറുപ്പുള്ള ബിലാലിനെ. ബിലാൽ പിന്നെ എങ്ങനെ കയറ്റിന്നറിയോ? നബിന്റെ ഗോതമ്പിന്റെ നിറമുള്ള ആ മുതുക് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ബിലാല് നബിന്റെ മുതുകിൽ കയറിയിട്ടാണ് ഏത് കഅബയുടെ മുകളിൽ കയറി സുന്ദരമായ പങ്ക് കൊടുത്തു. അതോടെ കഅബ തൗഹീദിൽ അധിഷ്ഠിതമാക്കി ഷിർക്കിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ ഈ മക്കം ഫത്തഹ് നടന്ന അധികകാലം നബി ജീവിച്ചിട്ടില്ല. പക്ഷേ നബിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നബിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു? ആഗ്രഹം നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ഐഷ റളിയല്ലാഹു ചോദിച്ചില്ലേ, ആ സംഭവം തന്നെ ഏതായിരുന്നു? ജദറിന്റെ ഈ ഹിജ്റി ഇസ്മായിലിന്റെ 6 മുഴം കഅബന്റെ ഉള്ളിലാക്കണം, കഅബയുടെ വാതിൽ നിലമട്ടെന്നാക്കണം. എത്ര വാതില്? 2 വാതിൽ. അങ്ങനെ ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കഅബ പണിയണം. പക്ഷെ നബി ചെയ്യാതിരിക്കാനുള്ള 2 കാരണം എന്തൊക്കെയായിരുന്നു? 1, പൈസ അല്ല നബിക്ക്. 2, ജനങ്ങളൊക്കെ ഇപ്പൊ ഷിർക്കിന്ന് രക്ഷപ്പെട്ട് കുഫറിന്ന് വന്നിട്ടുള്ളോ, ഞാനിതിപ്പോ പൊളിച്ചത് ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ ആക്കി. ഇവർക്കറിയില്ല. ഇവര് മുസ്ലിങ്ങളാകുമ്പോ കഅബ കണ്ടത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെയാണ് കണ്ടത്. നബിക്ക് അങ്ങനെ കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലാ. ഏത്? നബിക്ക് കിട്ടിയത് ഇങ്ങനെയാണെന്ന് നബി വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. ക്ലിയർ? അപ്പൊ ഇവർക്കത് അറിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഷിർക്കിന്ന് ഇപ്പോൾ മാത്രം രക്ഷപ്പെട്ടു വന്നവരെന്ത് ചെയ്യും? നബി നമ്മൾ ആദരിക്കുന്ന കഅബ പൊളിച്ചോട്ടെ, എവിടേക്കാണ് തിരിച്ചു പോകും? കുഫറിൽ. കഅബ പേടിയുണ്ടാ? 2, ഏതുമില്ല, പണവുമില്ല. ഈ 2 പേടിയുമില്ലാത്ത കാലത്ത് നബിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തൊരു മഹാനായ സ്വഹാബിയുണ്ട്. നബിന്റെ ആഗ്രഹം പോലെ ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കഅബ പടുത്തുയർത്തി കൊടുത്തൊരു ഒരാൾ. അറിയില്ല ആരാണ് അയാൾ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറയേണ്ട സുദീർഘമായ, ഇമാം മുസ്ലിമും ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസാ. ആരാണ്? അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ. നിങ്ങൾ എന്താ ഈ അൻഹുമ എന്തുകൊണ്ടാ? റളിയല്ലാഹു അൻഹു എന്നല്ലല്ലോ, അൻഹുമല്ലേ? ഇത് 2 സ്വഹാബിയാണ്. ഇത് സുബൈർ റളിയല്ലാഹു സ്വഹാബിയാണ്. ആര്? അവരുടെ മകൻ അബ്ദുള്ളയും സ്വഹാബിയാണ്. അതുകൊണ്ട് അവർ 2 പേരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി ആരാ അബ്ദുല്ലാഹ് ബിൻ സുബൈർ? മനസ്സിലായോ? ഒരു പിടുത്തമില്ല. ശരി, സുബൈർ അള്ളാഹിന്റെ ഭാര്യന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയണേ. അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു. ഇനി പറയും, ഇനി നിങ്ങൾ പറയാം. ഇത്രയൊക്കെ ക്ലൂ തരാൻ പറ്റുമോ? നിങ്ങൾ പറയും. അബൂബക്കർ അള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. 4 ഖിലാഫത്ത് കഴിഞ്ഞു. 4 ഖിലാഫത്ത് കഴിഞ്ഞ് മുആവിയ മരിച്ചു. പിന്നീട് മുആവിയയുടെ മകൻ യസീദ് ഭരിച്ചു. അങ്ങനെ അമവി ഭരണകൂട പരമ്പരയാണ്. അപ്പൊ ആ കാലഘട്ടത്ത് മക്ക അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ കീഴിലാണ്, മക്കയും മദീനയൊക്കെ. അപ്പോ ഈ ഷാമില് ഈ അമവി ഭരണകൂടം പലപ്പോഴും ഈ അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ ഈ യുദ്ധം നടക്കും. അപ്പൊ ആ ആക്രമണത്തിൽ എന്ത് ചെയ്തു? ഈ കഅബയുടെ ഭിത്തികളൊക്കെ തകർന്നു, പലതും വീണു, നിലത്ത് വീണു.
കല്ലൊക്കെ വീണു, ചിലതൊക്കെ ഉള്ളിക്ക് നമ്മളറിയ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി നിൽക്കുക, കുറച്ച് ഉള്ളിക്കും കുറച്ച് പുറത്തൊക്കെ ആയിട്ട് അതിന്റെ ചില മരങ്ങളൊക്കെ എന്ത് ചെയ്തു, ക്ഷയം വന്നിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബിൻ സുബൈർ വെയിറ്റ് ചെയ്തു. ഹജ്ജ് സീസൺ വന്നു. ഹജ്ജ് സീസൺ വന്നപ്പോ പ്രമുഖരായ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട്, ആരുണ്ട്, ഇബ്നു അബ്ബാസ് അള്ളാഹിനെ പോലെ മഹാപണ്ഡിതന്മാരൊക്കെ ഉണ്ട്, വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം കാബ പൊളിച്ചിട്ട് പണിയണോ അതോ മെയിൻ്റനൻസ് വർക്ക് നടത്തണം? പൊളിഞ്ഞത് മാത്രം ഒന്ന് മെയിൻ്റനൻസ് വർക്ക് നടത്തണം, എന്താ വേണ്ടത്? അപ്പൊ പ്രമുഖനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളാഹിന് പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ കണ്ട പോലെ കാബയെ നിലനിർത്തുക. കാരണം അബ്ദുല്ലാഹിബിൻ സുബൈറിന് നബി കുടുംബമായിട്ട് അറിയാം. ഏത് അബൂബക്കർ അള്ളാന്റെ പേരക്കുട്ടി എന്ന് വെച്ചാൽ ഐഷാർ അള്ളാന്റെ അല്ലേ, ഐഷാർ അള്ളാന്റെ താത്താന്റെ, ഐഷാർ അള്ളാന്റെ എളാമയാണ്. അപ്പൊ ഐഷാർ അള്ളാന്റെ മടിത്തട്ടിലാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ വളർന്നത്, എളാമാന്റെ മടിത്തട്ടിൽ. അതുകൊണ്ട് നബിന്റെ ആഗ്രഹമൊക്കെ നന്നായിട്ട് ആർക്കറിയും? അബ്ദുല്ലാഹിബിൻ വേറെ ആരേക്കാൾ അറിയും. അപ്പൊ നബി മരിക്കുമ്പോൾ ഇങ്ങനെ നബി ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കാബ പണിയണം, പൈസ ഇല്ലാത്തോണ്ടാ പിന്നെ ജനങ്ങള് തിരിച്ചു പോകുന്നു പേടിച്ചിട്ടാ. ഇപ്പൊ തൗഹീദ് ഉറച്ചല്ലോ, അപ്പൊ ഞാൻ പേടിയില്ല. അപ്പൊ അബ്ദുല്ലാഹിബിൻ സുബൈറിന് അങ്ങനെ പണിയണമെന്ന് ആഗ്രഹം, അതാണ് അഭിപ്രായം ചോദിക്കണത്. അപ്പൊ ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞു, വേണ്ട, എന്റെ അഭിപ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ നബിന്റെ ആ 35-ാമത്തെ വയസ്സ് എങ്ങനെയാണ് അതുപോലെ നിലനിർത്തുക, മെയിൻ്റനൻസ് വർക്ക് മതി എന്ന് പറഞ്ഞു. ഇത് പൊളിച്ച് നന്നാക്കി പണിയണ്ട. അബ്ദുല്ലാഹിബിൻ സുബൈറിന്റെ സ്വരം ഒന്ന് മാറി. ഇവിടെ ഇരിക്കണം, നിങ്ങളുടെ വീട് തല്ലിപ്പൊളിഞ്ഞ നിങ്ങൾ മെയിൻ്റനൻസ് വർക്കിന് ഉപയോഗം കൊണ്ട് ഓട്ടം അടയ്ക്കോ? നിങ്ങൾ നന്നാക്കൂടെ? നിങ്ങളുടെ വീട് ഇത് അള്ളാഹിന്റെ ഭവന. ഞാൻ 3 ദിവസം തർക്കായി, ഏത് തർക്കായില്ലേ, പുതുക്കി പണിയണം, മെയിൻ്റനൻസ് വർക്ക് നടത്തണം, തർക്കല്ലേ? അപ്പൊ അബ്ദുല്ലാഹിബിന് അങ്ങനെ തർക്കമെന്ന സംശയം വന്ന് എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങള് ഒരു തീരുമാനം എടുക്കാൻ സംശയം വന്ന് എന്താ ചെയ്യണ്ടേ? നബിന്റെ സുന്നത്ത് ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന നടത്തണം, അല്ലെ? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥന 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഈ പ്രാർത്ഥന നടത്തിയിട്ട് ഈ സംശയമുള്ളതിൽ ഏതിനേക്കാൾ നമ്മുടെ ചിന്ത വരുന്നത് അത് ഡിസിഷൻ എടുക്കാം. അബ്ദുല്ലാഹിബിൻ സുബൈർ പറഞ്ഞു, 3 ദിവസം. എത്ര? 3 ദിവസം ഞാൻ ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന നടത്തും, എന്നിട്ട് പൊളിച്ചു പുതുക്കി പണിയണോ മെയിൻ്റനൻസ് വർക്ക് നടത്തണം, ഇതിൽ ഏതാണോ എനിക്ക് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ. 3 ദിവസം ഇസ്തിഖാറത്തിന് പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോഴും അബ്ദുല്ലാഹിബിൻ സുബൈറിന്റെ മനസ്സിൽ അള്ളാഹ് തോന്നിപ്പിച്ചത് കഅബാലയം ആരുടെ പോലെ? നബിന്റെ ആഗ്രഹപ്രകാരം ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ പണിയണം. ഓക്കെ. അങ്ങനെ കഅബന്റെ ഭിത്തിന്റെ മുകളിൽ കയറി. അപ്പോ താഴെയുള്ള സ്വഹാബത്തൊക്കെ പറഞ്ഞു, നോക്കണേ അബ്ദുള്ള, ഒരു കല്ലെടുത്തിടുക, 1 ദിവസം വെയിറ്റ് ചെയ്യാം, വല്ല അപകട സൂചന കണ്ടാൽ നിങ്ങൾ പിന്മാറണം, എന്നിട്ട് മെയിൻ്റനൻസ് വർക്ക് നടത്തിയിട്ട് അവസാനിപ്പിക്കണം. ഓക്കെ, തീരുമാനിച്ചു. അങ്ങനെ കഅബയുടെ 1-2 കല്ലെടുത്ത് താഴെട്ടു. 1-2 ദിവസം വെയിറ്റ് ചെയ്തു, യാതൊരു കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? കഅബയുടെ ബാക്കി കല്ലുകളൊക്കെ ഇറക്കിയിട്ട് ഇനി ശ്രദ്ധിക്കും അദ്ദേഹം ചെയ്തത്. ഇതൊക്കെ ഇറക്കി ഇബ്രാഹിം നബിന്റെ അടുത്തിറത്തി. ഇപ്പൊ മക്കയിലും മുശ്രിക്കുകൾ കുറവ് വരുത്തിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു 5-6 മുഴം താഴ്ത്തി കുഴിക്കാൻ പറഞ്ഞു. ഹിജ്ർ ഇസ്മായിലിനോട് കുടിച്ചു വന്നപ്പോ ഇബ്രാഹിം നബിന്റെ കാലത്ത് അവിടെ നിന്നായിരുന്ന ചുമരിന്റെ അടിത്തറ കണ്ടു. എല്ലാവരും വിളിച്ചു, വിശ്വാസയോഗ്യരായ സ്വഹാബത്തിലേക്ക് വിളിച്ചു, എല്ലാവരും കണ്ടു. ഇവിടെയായിരുന്നു ഇബ്രാഹിം നബിന്റെ കാലത്ത് അടിത്തറ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സുദീർഘമായ ഹദീസിലുണ്ട് അതൊക്കെ, ഈ കഥകളൊക്കെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അബ്ദുല്ലാഹിബിൻ സുബൈർ ഈ 4 മൂലക്കലും 4 തൂണ് കെട്ടിയിട്ട് തുണി കെട്ടി. ഇപ്പൊ കഅബന്റെ ചുമരില്ല, അപ്പൊ ദിശ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം 4 തൂണ് കെട്ടിയിട്ട് ഇങ്ങനെ ചുമരിന് പകരം എന്ത് ചെയ്യുന്നു? ഈ ചുമരുകൾക്ക് പകരം എന്താക്കി? തുണിയാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കഅബയെ ആരുടെ കാലത്തെ പോലെ? ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കഅബ പടുത്തുയർത്തി. ഇതാ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ അവസാന ഭാഗം. വജഅല ലഹു ബാബാനി, ബാബയിനി. അബ്ദുല്ലാഹിബിൻ സുബൈർ കഅബയ്ക്ക് 2 വാതിൽ വെച്ചു. 2 വാതിൽ ഏത്? ഭൂമിയുടെ ഉയരത്തിലല്ല, മട്ടത്തിൽ നിന്ന്. പിന്നെ ഏത് കൂട്ടി? ഈ ഹിജ്ർ ഇസ്മായിലിന്റെ അവിടേക്ക് 6 മുഴം, ഇവിടെ ഇല്ല, ഈ ചുമലെടുത്ത് എവിടേക്ക് വെച്ചു? ഇങ്ങോട്ട് വെച്ചു. അപ്പൊ നീളം കൂടിയപ്പോ ഇപ്പൊ 15 മുഴല്ലേ?
35-ാമത്തെ വയസ്സിൽ പണിയുമ്പോൾ എത്ര മുഴ പറഞ്ഞാണ്? 15 മുഴം. ഇത് നീളം കൂടി. ഏത് മനസ്സിലാവേണ്ട പറഞ്ഞു? ഇങ്ങനെ ഇതിന് വീതി ഏതാ പറയാ? ഇങ്ങനെ നീളം കൂടി. അപ്പൊ ഉയരം കുറഞ്ഞതായിട്ട് തോന്നി. ഇതിങ്ങോട്ട് വന്നില്ലേ? അപ്പൊ ഇത് ഉയരം കുറവായി തോന്നി. അപ്പൊ എന്ത് ചെയ്തു? അതിലേക്ക് കുറച്ചുകൂടി കൂട്ടി. അങ്ങനെ ഏകദേശം 28 മുഴത്തോളമാക്കി. 10 മുഴം കൂടി കൂട്ടി. 10 മുഴം കൂടി കൂട്ടി 28 മുഴം ഉയരത്തിലാക്കി. അങ്ങനെ ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസഫ്, അബ്ദുൽ മലിക്, അമവി ഭരണകർത്താവായ അബ്ദുൽ മലിക്കിന്റെ സൈന്യ നായകനും അമീറും ഗവർണറൊക്കെയാണ് ആര്? ഹജ്ജാജ് ബിൻ യൂസഫ്. ഹജ്ജാജ് ബിൻ യൂസഫ് ഇവർക്ക് ഈ നബിന്റെ ആഗ്രഹം ഒന്നും അറിയില്ല കേട്ടോ. ഇവര് അബ്ദുൽ മലിക്കിന്, രാജാവിന് കത്തെഴുതി അബ്ദുല്ലാഹിബിൻ സുബൈർ നബിന്റെ കാലത്ത് കാബയിൽ പല മാറ്റങ്ങൾ വരുത്തി, കാബ പൊളിച്ചു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തു. ആ മാറ്റം വരുത്തിയ ചുമരിന്റെ അടിത്തറ ഇബ്രാഹിം നബിന്റെ കാലത്തെ കല്ല് എല്ലാവരും കണ്ടു. വിശ്വാസയോഗ്യരായ എല്ലാവരും അതിന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അബ്ദുൽ മലിക്ക് അബ്ദുല്ലാഹിബിൻ സുബൈർ മാറ്റം വരുത്തിയതിനെ പൊളിച്ച് മുഹമ്മദ് നബിന്റെ കാലത്തപ്പോൾ നാം പണിയും. പിന്നീട് ഒരു യുദ്ധത്തിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു എന്ത് ചെയ്തു? രക്തസാക്ഷിയായി. അതിനുശേഷം ഹജ്ജാജ് ബിൻ യൂസഫ് എന്ത് ചെയ്തു? വീണ്ടും അതിനെ പൊളിച്ച് ഏതുപോലാക്കി നബിന്റെ 35-ാമത്തെ വയസ്സിൽ എങ്ങനെയായിരുന്നു കാബ, അതുപോലെ തന്നെ ആക്കി. ക്ലിയർ? ഇപ്പോഴുള്ള കാബയുടെ സ്ട്രക്ചർ ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ്? നബിന്റെ 35-ാമത്തെ വയസ്സിൽ എങ്ങനെയാണോ ആ രൂപത്തിലാണ്. പക്ഷെ അത് പണിതത് ഹജ്ജാജ് ബിൻ യൂസഫാണ്. ക്ലിയർ ആയില്ലേ? ഇനി അതിനുശേഷം ഒരു അബ്ബാസി ഭരണകർത്താവിന് ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായി. നബിന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ഏതുപോലെ? ആരുടെ കാലത്തെ പോലെ? ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ കാബ പണിതാലോ? അപ്പൊ ഇമാം മാലിക്കിനോട് ചോദിച്ചപ്പോ വേണ്ട, ഉള്ളതുപോലെ നിലനിർത്താം. കാരണം ഒരു രാജാവിന് എന്ത് തോന്നും? ഇബ്രാഹിം നബിന്റെ കാലത്തെ പോലെ. പിന്നെ വരുന്ന ഒരു രാജാവിന് മുഹമ്മദ് നബിന്റെ കാലത്തെ പോലെ. ഇങ്ങനെ എന്ത് ചെയ്യും? കാബ പൊളിക്കും പണിയും, പൊളിക്കും പണിയും, പൊളിക്കും പണിയും. അപ്പൊ കാബയോടുള്ള എന്ത് കുറയും? ജനങ്ങളുടെ മനസ്സിൽ ബഹുമാനവും ആദരവും കുറയും. അതുകൊണ്ട് അത് പെർമനന്റ് ആക്കി. ഇപ്പോ ഉള്ളത് യാതൊരു മാറ്റമില്ല. നബിന്റെ 35-ാമത്തെ വയസ്സിൽ പണിതിട്ടുള്ള ആ കാബയുടെ രൂപമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ഏകദേശം സമയമായി അല്ലേ? ഇനി കാബയുടെ ആ എന്തൊക്കെ ഉണ്ട് കാബയിൽ നമുക്ക് പരിശോധിക്കാം. കാബ നോക്കണേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇത് വല്ലാത്തൊരു അത്ഭുതം കേട്ടോ. ഒരുപാട് ആലോചിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. കാബയ്ക്ക് 4 മൂലയെന്ന് അറിയാലോ? ശ്രദ്ധിക്കുക. ഇത് ഈസ്റ്റ്, ഹജറുൽ അസ്വദിന്റെ മൂല. നോർത്ത്, ഇറാഖി മൂല. നോക്കണേ. വെസ്റ്റ് ഏതാണ്? ഷാമി മൂല. നോക്കണേ. സൗത്ത്, യമനി മൂല, റുക്കുനിൽ യമാനി. ക്ലിയർ ആയില്ലേ? പക്ഷെ ഒരു അത്ഭുതം, 4 മൂല. ഒരു അത്ഭുതം എന്താ അറിയോ? ശരിക്കും നമ്മൾ ഈ ദിശ അളക്കുന്ന മാഗ്നറ്റിക് കോമ്പസ് ഇല്ലേ, അതില് ഏത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ശരിക്കും ഈ കാബയുടെ 4 മൂലകളും കറക്റ്റ് ഈ മാഗ്നറ്റിക് കോമ്പസിന് 4 ദിക്കിലേക്കാണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് ആ 4 മൂലകൾ ശരിക്കും എന്ത് ചെയ്യുന്നു? കാബയുടെ 4 മൂലകളും കൃത്യമായി ദിശ അറിയുന്ന ആ കോമ്പസിന്റെ ശരിക്ക് 4 ഏകദേശം കറക്റ്റായിട്ട് നിൽക്കുന്ന. സുബ്ഹാനല്ലാഹ്, ആ കാലഘട്ടത്തിൽ ഇതില്ല സാങ്കേതിക വിദ്യയൊന്നുമില്ല. നമ്മളൊരു ആയത്ത് പറഞ്ഞത് ഓർമ്മണ്ടോ? കാബയുടെ സ്ഥാനം ആര് നിർണയിച്ചു കൊടുത്തു? അല്ലാഹ്. അപ്പൊ അത് ശരിക്കും ഏകനായ അള്ളാഹുവിലേക്കുള്ള സൂചന. മറ്റൊരു സത്യം എന്താ അറിയോ? അപ്പൊ നിങ്ങൾ കേട്ടിരിക്കണം, ഭൂമിയുടെ സെന്റർ ആണ് എന്നുള്ള കേട്ടിട്ടില്ലേ? ശരിക്കും അതില് മൊത്തം ഈ കടലും കരയും ചേർന്ന് ഭൂമിയുടെ സെന്റർ ആണോ അല്ലേ എന്നുള്ളത് തർക്കമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട്. കരപ്രദേശങ്ങൾ, ഉപഭൂഖണ്ഡങ്ങളില്ലേ, കടൽ മാറ്റുക. ക്ലിയർ? വിവിധ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്ന് കാബയിലേക്കുള്ള കിലോമീറ്റർ കണക്കാക്കുമ്പോൾ ഓരോ ഉപഭൂഖണ്ഡത്തിന്റെയും ഏകദേശം കരയുടെ മധ്യഭാഗമായിട്ട് വരും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുക. ഇനി നോക്കണേ.
സുബ്ഹാനല്ലാഹ്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഏകദേശം ഏത് ഡയറക്ഷൻ വരും എന്നറിയണ്ടേ? ഒരാഗ്രഹമല്ലേ? ഇവിടെ നിങ്ങളുടെ കിബിലന്റെ ദിശ അങ്ങോട്ട് അല്ലേ? നോക്കതാ, ഇതാ കേരളം. നമ്മൾ ഇവിടുന്ന് തിരിയുമ്പോൾ ഇതവിടെ നമ്മുടെ വടക്ക് കിഴക്കേ മൂല ഇതുണ്ടോ? ഇത് കാബന്റെ വാതിൽ. ഏകദേശം ഇവിടെയാണ് നമ്മൾ ഏത് പറഞ്ഞത്? അവിടെയാണ് ഹിജ്ർ ഇസ്മായിൽ. ക്ലിയർ? ഏകദേശം ഈ സർക്കിളിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തിരിയുമ്പോൾ ഏകദേശം അതാ ഈ ഇതുണ്ടോ? ഇത് കാബന്റെ വാതിൽ, ഈ ഡയറക്ഷൻ കാബന്റെ വാതിൽ. ഇവിടെ ഹിജ്ർ ഇസ്മായിൽ, ഇവിടെ ഇവിടെ ഹജറുൽ അസ്വദ്, ഇവിടെ കാബന്റെ വാതിൽ, ഇവിടെ ഏത് ഹിജ്ർ ഇസ്മായിൽ. അപ്പോൾ ഏകദേശം ഏത് വടക്ക് കിഴക്കേ മൂല ആ ഡയറക്ഷനിലാണ് നമ്മൾ കൈ കെട്ടുമ്പോൾ ഏകദേശം നിൽക്കുന്നതെന്നാണ്. ക്ലിയർ? മനസ്സിൽ കിട്ടിയില്ലേ? ഏതാണ് കാബന്റെ വാതില്? ക്ലിയർ? വാതിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എത്തുന്ന ഹിജ്ർ ഇസ്മായിലാണ്. ക്ലിയർ? അപ്പൊ അവിടുന്ന് വാതില് കഴിഞ്ഞ് ഏകദേശം ആ ഹിജ്ർ ഇസ്മായിലിന്റെ ആ ഭാഗം ഇതാണ് വടക്ക്, ഇത് കിഴക്ക്. ക്ലിയർ? വടക്ക് കിഴക്കേ മൂലയുടെ ഭാഗത്തിലാണ് എന്ത് ചെയ്യുക? നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് എത്തുക. അപ്പൊ നേരെ വെസ്റ്റിൽ നിന്ന് ഏകദേശം 290 ഡിഗ്രി ശരിയണം. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നോക്കണേ, നമുക്ക് കാബയിൽ നമുക്ക് ഹജറുൽ അസ്വദ് നമ്മൾ ഈ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നുണ്ട്, തൂ വെള്ളയിരുന്നുണ്ട്, പിന്നെ പാപങ്ങൾ കാരണം കറുത്തുപോയി എന്നൊക്കെയുണ്ട്. ഇതില് അത് മുഴുക്ക ഹജറുൽ അസ്വദ് ആണോ? അല്ല. ഹജറുൽ അസ്വദിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമുണ്ട്. അതിന്റെ ബഹുഭൂരിഭാഗം മോഷണം പോയി, കളവ് പോയി, ഹക്കാണ് തിരിച്ചു കിട്ടിയിട്ടില്ല. മോഷണം പോയ ശേഷം ഇപ്പോഴുള്ളത് അവിടെ കാണാം. നിങ്ങൾക്ക് എണ്ണാം: 1, 2, 3, 4, 5, 6, 7, 8 പീസ്. അതാണ് ഹജറുൽ അസ്വദ് ശരിക്ക്. അതില് ഏറ്റവും വലുതിന് ഒരു നമ്മുടെയൊക്കെ വലിയ ഈത്തപ്പഴം കണ്ടിട്ടുണ്ടോ? ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെ? അത്ര വലിപ്പമുണ്ടാവും. അത് ഒട്ടിച്ച് ബാക്കി മെയിൻറ്റെയിൻ ചെയ്താണ്, ബാക്കിയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ്. ഹജറുൽ അസ്വദായിട്ട് ആ തെളിഞ്ഞു കാണുന്ന അത് മാത്രമേ ഉള്ളൂ. ഇനി ആർക്കും അത് മോഷണം ചെയ്യാൻ പറ്റില്ല. അത് ഈയിട്ട് ഒരുക്കി ഫിക്സ് ചെയ്തു. ക്ലിയർ ആയില്ലേ? അതാണ് ഹജറുൽ അസ്വദിന്റെ ചരിത്രം. ഇനി കാബയുടെ വാതിൽ പ്യൂർ ഗോൾഡ് കൊണ്ടുള്ളതാണ്. ഇതാണ്ടോ ഇവര് നിൽക്കണുണ്ടോ? ഇവര് തിട്ടിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്, അത്രയും ഉയരത്തിലാണ്. കാബന്റെ പൂട്ടിന്റെ പേര് റീതാജ് എന്നാണ്, സ്ത്രീലിംഗ പദമാണ്. ഇനി നോക്കണേ, കാബന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഏത് പേര് പറയാ? മുൽത്തസം. ഒന്ന് പേര് പറയും. എപ്പോഴെങ്കിലും ഉംറക്കോ ഹജ്ജിന് പോകുമ്പോൾ കാബ സന്ദർശിക്കും മറക്കണ്ട, ഹജറുൽ അസ്വദ് മുത്താനല്ല തിരക്ക് കൂട്ടേണ്ടത്. ഇവിടെ ഹിനാ മുൽത്തസം. ഏതാ മുൽത്തസം? ഈ പോലീസുകാരൻ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? കണ്ടില്ലേ? ഇവിടെയാണ് ഹജറുൽ അസ്വദ്. ശരിക്കും നോട്ട് ചെയ്യുക. ഇത് കാബയുടെ വാതിലിന്റെ ഇടയുള്ള ഈ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ വലത് കവിൾ വെച്ച് കാബയെ പിടിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും. അപ്പൊ ഏതിനാ മത്സരിക്കേണ്ടത്? മുത്താനല്ല, ഇതിനാണ് മത്സരിക്കേണ്ടത്. ഇതാണ്ടോ ആ പോലീസുകാരൻ കാണിക്കുന്ന ഇതാ. ഇവിടെ ഹജറുൽ അസ്വദ്, അവിടെ കാബയുടെ വാതിലുണ്ട്. ഇവിടെ എങ്ങനെ എന്ത് ചെയ്യാ? ഇതാണ്ടോ ഇദ്ദേഹം നിൽക്കുന്നത് കാബന്റെ വാതില്, ഇവിടെ ഹജറുൽ അസ്വദ്. ഇദ്ദേഹം നിൽക്കണുണ്ടോ? ഇതുപോലെ നിന്നിട്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ആ സ്ഥലത്തിന്റെ പേരെന്താ? ഈ ഭാഗത്തിന് പേരെന്താ? അൽ മുൽത്തസം. എന്താ പേര്? മുൽത്തസം. ചില മലയാളത്തിൽ മുൽത്തടം എന്നൊക്കെ പറയും. മുൽത്തടല്ല കേട്ടോ, മുൽത്തസമാണ്. ഇനി നമുക്ക് കാബയിൽ അറിയേണ്ടത് ഹിജ്ർ ഇസ്മായിൽ നമ്മൾ പറഞ്ഞു അല്ലെ? ഹിജ്ർ ഇസ്മായിൽ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. അത് കാബന്റെ ഉള്ളാട്ടോ, ഇത് കാബന്റെ ഉൾഭാഗമാണ്. അതുകൊണ്ട് നബി കാബ തവാഫ് ചെയ്യുമ്പോൾ ഇതും കൂടി ചേർത്ത് ചെയ്യണം. ഇനി ആർക്കെങ്കിലും കാബന്റെ ഉള്ളിൽ നമസ്കരിക്കണം എന്ന് പൂതി ഉണ്ടെങ്കിൽ ഇവിടെ നമസ്കരിച്ച നിൽക്കുമ്പോ പരമാവധി ഇവിടെ നിന്നൊരു 6 മുഴം. 6 മുഴം പറഞ്ഞാൽ എത്ര അടി വരും? 1 മുഴം 1.5 അടിയല്ലേ? 1 മുഴം 1.5 അടിയല്ലേ? 6 മുഴം പറയുമ്പോ അപ്പൊ ഒരു 9 അടി. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 9 അടി 10 അടിൻ്റെ ഉള്ളിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക. അത് കാബന്റെ ഉള്ളിൽ നമസ്കരിച്ചതിന് തുല്യമാണ്. ഇനി നമുക്ക് കാബയിൽ അറിയേണ്ടത് ഹിജ്ർ മഖാം ഇബ്രാഹിം. ഇത് ഒരു സൗദി രാജാവാണ്. ആ മഖാം ഇബ്രാഹിമിന്
ഒരു പളുങ്ക് കൂടാരത്തിലാക്കി ഉള്ളിൽ വെച്ചു. എന്നിട്ട് അതിന് ഗ്രിൽ കവർ ചെയ്തു. ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഇത് ഏകദേശം കാബന്റെ വാതിലിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ? ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ അല്ല. ഏതില്ല? ഈ സ്ഫടികക്കൂട്ടൊന്നുമില്ല. ഇബ്രാഹിം നബി ഇങ്ങനെ ഇങ്ങനെ കാബ പടുക്കാൻ വേണ്ടി ഓരോ ദിക്കിലേക്ക് മാറ്റിയതല്ലേ. ഏകദേശം കാബന്റെ വാതിലിൽ ഇവിടെ ഇങ്ങനെ ഒരു കല്ലായിട്ട് വെച്ചിരിക്കായിരുന്നു. അത് കാബ തവാഫ് ചെയ്യുമ്പോ കാലിലൊക്കെ തട്ടിയിട്ട് മുറിവാകാൻ തുടങ്ങി. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തത്? ഇങ്ങനെ എവിടേക്ക് മാറ്റിയത്? കാബന്റെ വാതിലിന്റെ മുമ്പിലേക്ക് മാറ്റിയത്. നിങ്ങൾ അത്ഭുതപ്പെടണ്ട കേട്ടോ, ഇത്രയും വലിയ കാലോന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതല്ല, ഇതിന്റെ ഉള്ളിലാണ് കല്ല്. ഇത് തേയ്മാനം സംഭവിക്കും. കല്ല് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ പതിയുമ്പോൾ എന്ത് ചെയ്യും? വിരലിന്റെ ഗ്യാപ്പ് പ്രൊജക്ഷൻ ചെയ്യും അല്ലേ? അപ്പൊ അത് ആ പ്രൊജക്ട് ചെയ്ത ഭാഗം പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് വിരലും ഒന്നായി പോലെ തോന്നും. അപ്പൊ അങ്ങനെ ആ ഗ്യാപ്പ്, വിരലിന്റെ ആ ഭാഗങ്ങളൊക്കെ പൊട്ടുന്നത് കണ്ടപ്പോ അത് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിനെ ഒരു ഇരുമ്പ് കൂട്ടിലാക്കി ഒരുക്കി അതിന്റെ ഇടയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ക്ലിയർ? കാരണം ഇത്ര വലുത് എന്ന് വിചാരിക്കണം, അതിന്റെ ഉള്ളിലാണ്. ഇനി ഇതാണ് കാബയിൽ മഴ പെയ്താൽ പുറത്തേക്ക് വെള്ളം മുങ്ങാൻ ഒറ്റ പാത്തിയുള്ളൂ. ഇതിന്റെ പേര് മീസാബ് എന്നാണ്. സ്വർണം കൊണ്ട് നിർമ്മിതമാണ്. ഈ ഇതുണ്ടാവും, വെള്ളം വീഴുന്നുണ്ടാവും. ഇത് എവിടെയെന്നറിയോ? ഹിജ്ർ ഇസ്മായിൽ കണ്ടേ വളഞ്ഞ ഭാഗം, അവിടേക്കാണ് വീഴുക. വളഞ്ഞ ഭാഗമല്ലേ, അവിടേക്കാണ് ഈ വെള്ളം വീഴുക. ഇനി ഇതിന്റെ മുകളിൽ സ്വർണത്തിന്റെ ആണികൾ പതിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ആണി ഇതുണ്ടാവും. എന്തിനാ വെച്ചാൽ ഈ പ്രാവോ അല്ലെങ്കിൽ പക്ഷികളോ ഒന്ന് അതിന്റെ മുകളിൽ നിന്ന് കാഷ്ടിക്കുമ്പോ ഹിജ്ർ ഇസ്മായിൽ കാബന്റെ ഉൾഭാഗത്തേക്കാ വീഴ. അങ്ങനെ വീഴാതിരിക്കാണ് എന്ത് ചെയ്തത്? അതിൽ സ്വർണത്തിന് ആണികൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതുണ്ടോ, ഒരു കാബന്റെ ഈ ഭാഗത്തൊരു തിട്ട് കണ്ടോ? ആ തിട്ടിനാണ് ഷാദർവാൻ എന്ന് പറയും. എന്താ പേര്? ഇതുണ്ടോ, ഒരു ചെരിഞ്ഞൊരു തിട്ട് കണ്ടോ? ഈ തിട്ട് കാബയുടെ ഒരു ഭാഗത്തില്ല. ഏത് ഭാഗമായിരിക്കും? 3 ഭാഗത്തുണ്ട്, ഒരു ഭാഗത്തില്ല. ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്തില്ല. കാരണം അവിടെ തവാഫ് ആരും അധികം ചെയ്യൂല. ഇത് പിന്നീട് വന്ന മുസ്ലിം രാജാക്കന്മാര് പണിതതാണ്. എന്തിനു വെച്ചാലും ഇപ്പോ നമ്മുടെ ഇതില്ലെങ്കിൽ കാബ തവാഫ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? ചുമര് മുട്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോ കാബയിൽ ഒന്ന് വിയർപ്പാകും, തേയ്മാനം സംഭവിക്കും അല്ലേ? അപ്പോ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു 2-3 അടിക്ക് എന്ത് ചെയ്തു? ഒരു തിട്ടിട്ടു. ഇതിന്റെ തറയിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനും. അതുപോലെ തന്നെ ഇനി ചുരുങ്ങിയത് ഈ ഡിസ്റ്റൻസിലാണ് തവാഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി അതിൽ നോക്കണേ, 55 റിങ്ങുകളുണ്ട്. 55 റിങ്സ് ഉണ്ട്. ഈ റിങ്സ് എന്തിനറിയോ? കാബയുടെ കിസ്വ കെട്ടാനാണ്. താഴെ മുഗൾ ഭാഗം കെട്ടിന് ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റീലിന്റെ റാഡ് ഉണ്ട്. ഇനി നോക്കണിതാ കാബയുടെ കിസ്വ. എപ്പോഴും കാബ ഒരു നഗ്നമാക്കില്ല. കാബയുടെ കിസ്വ നിർമ്മിക്കാൻ ഒരു ഫാക്ടറി ഉണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകൾ, ഖുർആന്റെ വചനങ്ങൾ, അള്ളാഹിന്റെ അസ്മാ സിഫാത്തൊക്കെ അതിൽ ഉല്ലേഖനം ചെയ്യുന്നത്. ആദ്യം ദുൽഹജ്ജ് 9-നായിരുന്നു കിസ്വ മാറ്റിയിരുന്നത്. കാരണം ദുൽഹജ്ജ് 9-ന് എല്ലാവരും അറഫേ പോകും. ദുൽഹജ്ജ് 10-ാം തീയതി മക്കത്തേക്ക് വരും. അപ്പൊ ദുൽഹജ്ജ് 9-ന് കാബ കാലിയായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പൊ അത് മാറ്റിയിട്ട് മുഹറം മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? കാബന്റെ കിസ്വ മാറ്റുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? ഒന്ന് കാണാം. ഇതുണ്ടോ, ഇത് കാബന്റെ ഉള്ളിലൂടെ വരുന്ന ഒരു കോണിയുണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്റ്റീൽ റാഡ് ഉണ്ട്. ആ റാഡിലാണ് കാബന്റെ കിസ്വ മുകളിൽ കെട്ടുക. ആദ്യം പുതിയ കിസ്വ കയറ്റും, എന്നിട്ട് പഴയ കിസ്വയുടെ കെട്ടഴിച്ചിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പുതിയ കിസ്വ കെട്ടിയിടുക ചെയ്യുക. താഴെ ഏത് നമ്മൾ കണ്ടേ ഷാദർവാനില് ആ റിങ് അതിലും കെട്ടും. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك له لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك إن الحمد والنعمة لك والملك لا شريك لك
لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് അവസാനമൊക്കെ പുതിയത് കയറ്റിയിട്ട് പഴയത് അഴിച്ചിട്ട് ഇതിന്റെ ഭാഗം തുഞ്ഞു കണ്ടില്ല, തുഞ്ഞു ജോയിന്റ്. ഇനി കാബന്റെ ഉൾഭാഗം. കാബന്റെ ഉൾഭാഗത്ത് കാര്യമായിട്ടൊന്നുമില്ല. 3 തൂണുണ്ട്, വാതിലൂടെ കയറിയാൽ കുറച്ച് വിളക്കുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉള്ളിലൂടെ കാബന്റെ മുകളിലോട്ട് കയറാൻ ഒരു സ്റ്റെയർ ഉണ്ട്. ഇതുണ്ടാവും. ആ സ്റ്റെയർ കയറി വന്ന് പണ്ട് തട്ടുംപുറത്തേക്ക് കയറുന്ന ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ പോയിട്ട് മുകൾക്കൊരു തള്ള, പഴയ തട്ടും പുറത്തും അല്ലെ. അതുപോലെ ഇതേനെ എന്ത് ചെയ്യാം, ഇയാളിപ്പോ ഉള്ളിലെ സ്റ്റെയറിലൂടെ ഒരാൾക്ക് കഷ്ടി കയറാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇതേനെ മുകളിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഈ കാബ കിസ്മ കെട്ടാനും ഇതേനെ കയറൂല, ഇത് ഉപയോഗിക്കില്ല. പുറത്തു കൂടെ റെഡിമെയ്ഡ് എന്ത് ചെയ്യും, എസ്കലേറ്റർ ഉപയോഗിക്കുകയും ചെയ്യാം. ക്ലിയർ. ഇനി ഈ കാബന്റെ ഈ ഉള്ളിലെ കോണിയിലേക്ക് കയറാൻ ഒരു വാതിലുണ്ട്, സ്വർണം കൊണ്ട് നിർമ്മിതമാണ്, ബാബ് തൗബ. ഇതിലൂടെ കയറിയാണ് ആ സ്റ്റെയറിലെത്തുക, ആ കോണിപ്പടിയിലെത്തുക. ഇനി ഇതിൽ തൗബയുടെ ആയത്തുകൾ ഉല്ലേഖനം ചെയ്തുകൊണ്ടാണ് എന്ത് പേര്, ബാബു തൗബ. ഇനി ഇതൊക്കെയാണ് കാബന്റെ ഉൾഭാഗം. ഇത് കാബന്റെ ഉൾഭാഗ ഫോട്ടോ ആണ്. ഏകദേശം 3/4 ഭാഗം നല്ല മാർബിൾ ഒട്ടിച്ചിങ്ങനെ നിലത്തും. അവിടെ ഞങ്ങളുടെ റൂഫ് അടക്കം നല്ല പച്ച കാർപ്പറ്റാണ്. 3 തൂണുണ്ട്. ഈ 3 തൂണുകളിലെ അളവുകളുണ്ട്, പഴയ വിളക്കുകളും മറ്റൊക്കെ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കാബന്റെ ഉൾഭാഗത്തുള്ളത്. കാബന്റെ ആ തൂണുകളുടെ ഡിസ്റ്റൻസ്, അളവ് ഒക്കെ അതിന്റെ പ്ലാനും അതിന്റെ മാപ്പാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമയമായി അല്ലേ, ഇനി നമുക്ക് അവാർഡൊക്കെ കൊടുക്കാനുണ്ട്. മഗ്‌രിബ് സമയമായി, നമുക്ക് അവസാനിപ്പിക്കാം. നോക്കണേ, നമ്മൾ ഈ കാബ നമ്മുടെ ശരീരത്തിന് ഹൃദയം പോലെയാണ്. നിങ്ങൾ ടൂറ് പോയി എന്ന് വിചാരിക്കുക, ക്ലിയർ. അതിന്റെ മനോഹാരിത പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? കുട്ടികൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അനുഭവ വിശദീകരണം പറഞ്ഞിട്ടുണ്ടാവും. കാബയുടെ ഭംഗി വർണ്ണിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല, വ്യത്യാസം മനസ്സിലായി. കാബയുടെ ഭംഗി വർണ്ണിക്കാൻ പറ്റുമോ? കഴിയില്ല. അത് കണ്ടാസ്വദിക്കണം, അത് കണ്ടെന്നെ അനുഭവിക്കണം. അതുകൊണ്ടല്ല ഈ ആദ്യമായിട്ട് പോകുന്നവരെ ഒരു വൈകാരി, അത് സത്യത്തിൽ ഒരു വൈകാരി കേട്ടോ. ആദ്യമായി കാബ കണ്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആ നിപ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ആ കാബയുടെ ആ മനോഹാരിത കണ്ടു തന്നെ അനുഭവിക്കും. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ പുണ്യഭവനത്തിലെത്തി അള്ളാഹുവിനെ ആരാധിക്കാനും അവിടുത്തെ 1,00,000 ഇരട്ടി പ്രതിഫലം നേടാനും അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് സമയമല്ല, മദീന കൂടി അതിൻ്റെ ഒരു ആകാശ കാഴ്ച കാണേണ്ടതാണ്. പക്ഷെ സമയമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്കതിൻ്റെ ആ മനോഹാരിത പിന്നെ കാണാം. അവസാനിപ്പിക്കുന്നു. നോക്കണേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കാബ
പൊളിക്കപ്പെടുന്നുണ്ട്. എത്യോപ്യയിൽ നിന്നുള്ള മെലിഞ്ഞ കാലുകളുള്ള ഒരാൾ കാബ പൊളിക്കുന്നതാണ്. നബി പറഞ്ഞു അതിന്റെ ഓരോ കല്ലുകൾ ഇങ്ങനെ കറുത്ത് അവരുടെ കാലിങ്ങനെ വിടവുണ്ട്, കുറിയവനാണ്. ഓരോ കല്ല് അടർത്തിയെടുക്കുന്ന ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അന്ന് കാബന്റെ ആവശ്യമില്ല, കഴിഞ്ഞു. എന്നുവെച്ചാൽ ദി എൻഡ്, ലോകം അവസാനിക്കും. ഈസാ നബി വന്നു. ഈസാ നബി വന്നിട്ട് ഈസാ നബി മരിക്കും. പിന്നീട് ഒരു കുളിർക്കാറ്റൊക്കെ അടിച്ച് മുഴുവൻ മുസ്ലിങ്ങൾ മരിക്കും, മൊത്തം മുസ്ലിങ്ങൾ മരിക്കും. ലാ ഇലാഹ എന്ന് പറയുന്ന ഒരാളില്ല. ദുഷ്ടജനങ്ങൾ, വളരെ മോശപ്പെട്ട ജനങ്ങൾ, കുഫറും ഷിർക്കും മാത്രമുള്ള ദുഷ്ടജനങ്ങൾ, അവരിലാണ് എന്ത് സംഭവിക്കുക? ലോകം അവസാനിക്കുക. അപ്പൊ ഇനി എന്തിന്റെ ആവശ്യമില്ല? കാബയുടെ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് പൊളിക്കപ്പെടും. അപ്പൊ ഈ നബിവചനം നമ്മൾ അറിയിക്കണം എന്താണ്? ലോകം അവസാനിക്കും, തയ്യാറാകും, ഒരുങ്ങും. അതുവരെ മുസ്ലിങ്ങൾ അവസാനം ഉള്ള മുസ്ലിം മരിക്കുന്നവരെയും കാബയുടെ ആവശ്യമുണ്ടാകുന്ന സമയം അത്രയും അത് അവിടെ ഉണ്ടാകും. കാബ പൊളിക്കപ്പെടുമെന്ന ഹദീസ് നമ്മൾ അറിയിക്കുന്നത് ലോകം ഒരു ദിവസം അവസാനിക്കും, തയ്യാറാകാൻ ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ സ്വാലിഹായ ഒരു അമലായി അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. അള്ളാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ. ത്രികാല ജീവിതത്തിൽ നിന്റെ എല്ലാ അദാബുകളിൽ നിന്നും നിന്റെ ഫضലും കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.